ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു സൂപ്പർ സൺഡേയിലേക്ക് സ്വാഗതം. റിപ്പോർട്ടറിന്റെ മെഗാ ലൈവാത്തോടാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്. പാതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും ഉൾപ്പെടെ നൽകാമെന്ന് പറഞ്ഞ് ഒരു സംഘം ആളുകൾ തട്ടിയെടുത്തത് കോടികളാണ്. കുടുങ്ങിയവരിൽ മിക്കവരും സാധാരണക്കാർ. അനന്തകൃഷ്ണനിൽ മാത്രമല്ല ഈ തട്ടിപ്പൊതുങ്ങുന്നത്. അനന്തകൃഷ്ണനിൽ നിന്ന് ആനന്ദ്കുമാറിലേക്കും അതിനുമപ്പുറം രാഷ്ട്രീയ നേതാക്കളിലേക്കുമൊക്കെ ആരൊക്കെ എന്നതിലേക്കും അന്വേഷണം നീളണം. പണം വാങ്ങിയ വമ്പന്മാർ ആരൊക്കെയാണ്? കൂട്ടുകച്ചവടം നടത്തിയ രാഷ്ട്രീയ പ്രമുഖർ ആരൊക്കെയാണ്? കൂട്ടുകച്ചവടത്തിൽ വമ്പൻ സ്രാവുകളുണ്ടോ? പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ പങ്ക് എന്ത്? തട്ടിപ്പിന്റെ ഉള്ളറകൾ തേടി റിപ്പോർട്ടർ ഈ പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന അന്വേഷണം നടത്തുകയാണ്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി റിപ്പോർട്ടർ മെഗാ ലൈവോത്സവം തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തട്ടിപ്പ് രാഷ്ട്രീയക്കാർ ആരൊക്കെ? തട്ടിപ്പ് രാഷ്ട്രീയക്കാർ ആരൊക്കെ? റിപ്പോർട്ടർ മെഗാ ലൈവത്തോ. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്. പണം തട്ടിയ വമ്പന്മാരും കൂട്ടുകച്ചവടം നടത്തിയ രാഷ്ട്രീയക്കാരും ആരൊക്കെ? ഉള്ളറകൾ തേടി റിപ്പോർട്ടർ മെഗാ ലൈവത്തോ. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ തത്സമയം റിപ്പോർട്ടറിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തട്ടിപ്പിന്റെ കൂട്ടുകച്ചവടക്കാർ ആരൊക്കെ എന്നതിൽ റിപ്പോർട്ടർ വാർത്താ സംഘം അന്വേഷണം നടത്തുകയാണ്. റിപ്പോർട്ടർ പുറത്തുകൊണ്ടുവന്ന ഈ വാർത്ത ആദ്യഘട്ടത്തിൽ വരുമ്പോൾ കുറച്ചിടങ്ങളിൽ കുറച്ചു മനുഷ്യർ നടത്തിയ ഒരു തട്ടിപ്പ് എന്ന നിലയിലാണ് ഞങ്ങളും അതിനെ സമീപിച്ചത്. പിന്നീടാണ് ഈ വാർത്തയുടെ ആഴം ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അത് 200 കോടിയല്ല, 400 കോടിയല്ല, 1000 കോടിയും കടന്ന് ഇപ്പോൾ തട്ടിപ്പിന്റെ ആഴം ഏറുകയാണ്. പണം നഷ്ടപ്പെട്ടവർക്ക്, പറ്റിക്കപ്പെട്ടവർക്കൊപ്പം തന്നെയാണ് റിപ്പോർട്ടർ. നിരവധി സാധാരണക്കാർ, പ്രത്യേകിച്ച് സ്ത്രീകളാണ് തട്ടിപ്പിനിരയായവരിൽ ഭൂരിഭാഗവും. ഇടനിലക്കാരായി നിന്ന NGOകളുമുണ്ട്. അവരും അതിൽ നിന്ന് സമ്പത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവരും ഇരകൾ തന്നെയാണ്. അവർക്ക് നീതി കിട്ടും വരെ റിപ്പോർട്ടർ ഒപ്പമുണ്ടാവും. ഞങ്ങളുടെ റിപ്പോർട്ടർമാരെല്ലാം അന്വേഷണവുമായി തത്സമയം തന്നെ പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ വാർത്താ സംഘം ഈ വാർത്താ പകൽ ഈ അന്വേഷണം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് 2 ഉദ്ദേശത്തിലാണ്. ഒന്ന്, ഇരകളായവർ, അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കണം. 2, ഇതിനു പിന്നിലുണ്ടായിരുന്ന വേട്ടക്കാർ ആരൊക്കെ, അവരെ സമൂഹത്തിന് മുന്നിൽ നമുക്ക് വെളിപ്പെടുത്തണം. അനന്തകൃഷ്ണൻ എന്ന തൊടുപുഴ സ്വദേശി അറസ്റ്റിലായതോടെയാണ് തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. പക്ഷേ മുഖ്യ സൂത്രധാരൻ യഥാർത്ഥത്തിൽ അനന്തകൃഷ്ണനാണോ അതല്ല ആനന്ദ്കുമാറാണോ? അനന്തകൃഷ്ണൻ ആനന്ദ്കുമാറിന്റെ ബിനാമിയാണെന്നാണ് ആരോപണം. തുടക്കം മുതൽ തന്നെ അനന്തകൃഷ്ണനോടൊപ്പം ആനന്ദ്കുമാറും ഉണ്ടായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകളിലും സജീവമാണ് ആനന്ദ്കുമാർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തട്ടിപ്പിൽ ആനന്ദ്കുമാറിന്റെ റോൾ എന്താണ്? അനന്തകൃഷ്ണനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ആനന്ദ്കുമാറിനെ നമ്മൾ വിസ്മരിക്കുന്നുണ്ടോ? ആനന്ദ്കുമാറാണോ ഇനി ഈ തട്ടിപ്പിന്റെ പ്രഭവ കേന്ദ്രം? നോക്കാം. സൈഗ്രാം എന്ന സന്നദ്ധ സംഘടനയിലൂടെ വിശ്വാസ്യതയാർജിച്ച ആനന്ദ്കുമാർ അനന്തകൃഷ്ണനുമായി നടത്തിയ തട്ടിപ്പാണോ ഇപ്പോൾ പുറത്തുവരുന്ന ഓഫർ തട്ടിപ്പ്? ആനന്ദ്കുമാറിലേക്ക് തന്നെയാണ് അന്വേഷണം നീളുന്നത്. ആരോപണങ്ങൾ വന്നപ്പോൾ നമ്മൾ ആനന്ദ്കുമാറിനോട് വിവരങ്ങൾ തേടിയിരുന്നു. അന്ന് അദ്ദേഹം അതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത്. എന്തായിരുന്നു അന്ന് ആനന്ദ്കുമാർ പറഞ്ഞതെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. നമ്മൾ ആനന്ദ്കുമാറിനെ ആദ്യം സമീപിച്ചപ്പോൾ ആനന്ദ്കുമാർ പറഞ്ഞത് കേൾക്കും. ആദ്യമായിട്ട് ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് ലാലി വിൻസെൻറ്റും അനന്തകൃഷ്ണനും കൂടെ ഒരു ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ഒരു ഫണ്ട് തമിഴ്നാട്ടിലുണ്ട്. അതിനെക്കുറിച്ച് സായിഗ്രാമത്തിന് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം എൻ്റെ ഓഫീസിൽ വരുന്നത്. അത് ഏകദേശം ഒരു 7-8 വർഷമായി കാണും. അവർ കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു നേതാവായത് കാരണം അവരാണ് ഇയാളെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്നെ പരിചയപ്പെടുത്തുന്നതാണ്. അതിനുശേഷം അവർ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഇയാളെ അടുപ്പിക്കുകയും നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത്. എന്നാൽ പിന്നീട് ലാലി വിൻസെന്റ് ഇത് തിരുത്തുന്നുണ്ട്. അനന്തകൃഷ്ണനാണ് അനന്തകുമാറിനെ പരിചയപ്പെടുത്തിയതെന്നാണ് ലാലി വിൻസെന്റ് പറയുന്നത്.
എന്താണ് ആനന്ദ്കുമാറിനെതിരെയുള്ള തെളിവുകൾ? ഇതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ചില ശബ്ദരേഖകൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിലും സംഘടനയുടെ പരിപാടികളിലും തുടക്കം മുതൽ സജീവമാണ് ആനന്ദ്കുമാർ. ആനന്ദ്കുമാർ കേവലം ഒരു സംഘടന, ഈ കോൺഫെഡറേഷന്റെ ഭാഗമായതല്ല. കോൺഫെഡറേഷന്റെ എല്ലാ പ്ലാനുകളും ആനന്ദിന് അറിയാമായിരുന്നു. ആനന്ദ്കുമാറിന്റെ ശബ്ദരേഖകൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. സംഘടനയിലെ ചിലർ സമാന്തര പ്രവർത്തനം നടത്തിയെന്ന് കണ്ടപ്പോൾ അവർക്ക് താക്കീതെന്ന രീതിയിൽ അനന്തകൃഷ്ണൻ ഗ്രൂപ്പുകളിൽ ഭീഷണി സ്വരത്തിൽ ചില സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഇതിനു തൊട്ടു പിന്നാലെ KN ആനന്ദ്കുമാറും ആ ഗ്രൂപ്പുകളിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആദ്യം ആ ശബ്ദരേഖ നമുക്കൊന്ന് കേൾക്കാം. രാവിലെ ഒരു അല്പം നല്ല തിരക്കിലാണ്. എല്ലാ ജില്ലയിലെയും കാര്യങ്ങളുടെ അപ്ഡേഷൻസ് രാവിലെ കുറച്ച് മീറ്റിങ്ങുകളിലാണ്. കണ്ടിന്യൂസ് ചില ആളുകൾ കോൾ കട്ട് ചെയ്യുമ്പോഴും വിളിക്കുമ്പോൾ ഏതാണ്ട് എന്നെ വിളിച്ച് കിട്ടാത്തൊരു മനുഷ്യനെ പോലെ വിളിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ചില മീറ്റിങ്ങിൽ തിരക്കിൽ കൂടി ഞാനിരിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ ബാക്കി നടക്കുന്നതെന്ന് നിങ്ങൾക്ക് കൂടി ഒരു തോന്നൽ ഉണ്ടാകണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം മാത്രം പബ്ലിക് ഇതിലുള്ള ആളുകൾ വിളിച്ചാൽ മതി എന്നുള്ളൊരു റൂളിംഗ് നടത്തിയാൽ നന്നായിരുന്നു. സൈമൾട്ടേനിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിൽ ഓഫീസ് വർക്കും അതുപോലെ തന്നെ കോർഡിനേറ്ററുടെ വർക്കും എല്ലാം നടക്കണം. ഒരുപാട് പേപ്പർ വർക്കുണ്ട്. അത് മനസ്സിലാകുന്നവർക്കേ മനസ്സിലാകുള്ളൂ. ആയതുകൊണ്ട് നാളെ മുതൽ തന്നെ ഇങ്ങനൊരു റൂളിംഗ് ഉണ്ടാക്കണം. അപ്പോൾ ഈ പദ്ധതിയുടെ നടത്തിപ്പുകാരൻ കൂടിയായിരുന്നു ആനന്ദ്കുമാർ. അനന്തകൃഷ്ണനെ പ്രൊമോട്ടർമാരുടെയും കോർഡിനേറ്റർമാരും നിരന്തരം വിളിക്കുമ്പോഴും ഗ്രൂപ്പിൽ താക്കീത് സ്വരത്തിൽ അനന്തകൃഷ്ണൻ സംസാരിക്കുന്നുണ്ട്. അപ്പോഴും ആനന്ദ്കുമാർ അനന്തകൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. ആ ശബ്ദരേഖകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ സപ്പോർട്ടിംഗ് ഏജൻസികളെ ചേർത്തോ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികളെ ചേർത്തോ ഉണ്ടാക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് ഉള്ളതാണ്. കാരണം ഈ ഗ്രൂപ്പിൽ ആരൊക്കെയാണുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന ആക്സസ് ഉണ്ട്. അപ്പോൾ ആ നമ്പറുകൾ എടുത്തിട്ട് കോൺഫെഡറേഷൻ്റെ അനുവാദമില്ലാത്ത പ്രവർത്തനങ്ങൾ യാതൊരു കാരണവശാലും നടത്തുന്നത് നമുക്ക് അംഗീകരിക്കാൻ പാടില്ല. NGO കോൺഫെഡറേഷൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് കോൺഫെഡറേഷൻ ചെയ്യുന്ന അതേ പ്രവർത്തനത്തിൻ്റെ സമാന്തര പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ അംഗീകരിക്കില്ല. നിലവിൽ അത്തരത്തിൽ ചെയ്യുന്ന എല്ലാ സംഘടനകളെയും നമ്മൾ ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നടത്തുമ്പോൾ അത് തന്നെ മറ്റേ ഏജൻസികളിൽ നിന്ന് ഏറ്റെടുത്ത് ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് ആ ഏജൻസികളെ ഡിപ്പെൻഡ് ചെയ്യാൻ തടസ്സമില്ല. അവർ ആ ഏജൻസികളെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതിയാകും. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല. പ്രോപ്പർ ചാനലിലൂടെ അല്ലാത്ത കാര്യങ്ങളിൽ മറുപടി കൊടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ടും നിങ്ങൾക്ക് ഒഴിവാകാവുന്നതാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ചില സംഘടനകൾ ഈ പ്രസ്ഥാനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ രീതിയിലുള്ള തെറ്റായ പ്രവർത്തനം അനുവദിക്കുന്നതല്ല. മാത്രമല്ല അവർക്ക് എതിരെ നടപടികൾ ഉണ്ടായിരിക്കുന്നതാണ് ഉടനെ തന്നെ. ഏതെല്ലാം സ്ഥാപനങ്ങളാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി കണ്ടുപിടിച്ച് തീർച്ചയായിട്ടും അവരെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറ്റുന്നതാണ്. നമ്മളുടെ ഈ നാഷണൽ NGOs കോൺഫെഡറേഷൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ സമാന്തരമായിട്ട് ആർക്ക് എന്തു വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ അനുവദിക്കുകയില്ല. ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അത്തരത്തിലുള്ള വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അനുവദിക്കുകയില്ല. ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ആ രീതിയിൽ ചെയ്ത NGOs തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടായിരിക്കുന്നതാണ്. നാഷണൽ NGO കോൺഫെഡറേഷൻ അതായിരുന്നു ഈ തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകർ. ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആനന്ദ്കുമാർ നൽകുന്ന താക്കീതാണ് പ്രേക്ഷകർ കേട്ടത്. CSR ഫണ്ട് കിട്ടാൻ ഒരു യോഗ്യതയുമില്ലായിരുന്ന അനന്തകൃഷ്ണന് വേണ്ടി ആനന്ദ്കുമാർ ഈ സംഘടനയിൽ താക്കീത് നൽകുന്ന ആളായി മാറിയത് എങ്ങനെയാണ്? ആനന്ദ്കുമാറിന്റെ സ്വാധീനം കൊണ്ടാണ് പല ജനപ്രതിനിധികളും പരിപാടികളിൽ പങ്കെടുത്തതുപോലും. സ്കൂട്ടർ വിതരണത്തിനൊക്കെ എല്ലാ പ്രമുഖരും എത്തിയിട്ടുണ്ട്. ഇനി ഉദ്ഘാടനം ചെയ്യാനുള്ള ജില്ലാ ഓഫീസുകൾ അതാത് MLA-മാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണമെന്ന് ആനന്ദ്കുമാർ നിർദ്ദേശിക്കുന്ന ശബ്ദരേഖയും റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. തട്ടിപ്പിന്റെ സൂത്രധാരൻ എന്ന നിലയിൽ ആനന്ദ്കുമാർ എത്തുന്നത് ഇവിടെയാണ്. വിശ്വാസ്യത കൂട്ടാൻ MLA-മാർ തന്നെ ഉദ്ഘാടനത്തിന് വരണം. പറയുന്നത് സാക്ഷാൽ ആനന്ദ്കുമാർ. ഇനി ഉദ്ഘാടനം ചെയ്യുവാനുള്ള ജില്ലാ ഓഫീസുകൾ അതാത് ജില്ലയിലുള്ള MLA-മാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താൽക്കാലികമായി അതാത് ജില്ലകളിൽ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് കോൺഫറൻസ് TDM ഹാളിൽ നടക്കുന്നു. ആയതുകൊണ്ട് അതാത് ഇനി ബാക്കിയുള്ള ജില്ലകളിലെല്ലാം MLA-മാരെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യണമെന്ന് ഒന്നുകൂടി ഓർപ്പിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു.
അനന്തകൃഷ്ണന് CSR ഫണ്ട് കിട്ടില്ലെന്നുറപ്പുള്ള അനന്തകുമാർ NGO കോൺഫെഡറേഷൻ സ്ഥാപിച്ച് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകുമ്പോൾ ആ തട്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ചടങ്ങുകളിലും MLA-മാരെ പങ്കെടുപ്പിക്കണം എന്ന് നിർദ്ദേശം വയ്ക്കുന്നത് എന്തിനാണ്? അപ്പോൾ NGO കോൺഫെഡറേഷന്റെ പ്രവർത്തനങ്ങളിൽ കൃത്യമായ ധാരണയും ആ പണമിടപാടുകളിൽ കൃത്യമായ പങ്കാളിത്തവും ആനന്ദകുമാറിന് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു. അർജുൻ മട്ടന്നൂർ, യഥാർത്ഥത്തിൽ അനന്തകൃഷ്ണനല്ല, ആനന്ദകുമാർ തന്നെയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട സൂത്രധാരൻ. ഇവർ രണ്ടുപേരും ഒരേപോലെ ഈ കേസിൽ തുല്യപ്രതികളാണ് എന്ന മട്ടിലേക്കല്ലേ കാര്യങ്ങൾ വരുന്നത്. ഇതിൽ NGO കോൺഫെഡറേഷനെ കുറിച്ച് അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകുന്ന അനന്തകുമാർ കൃത്യമായി ഈ ധാരണയോടുകൂടി മുന്നോട്ട് പോയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതും അനന്തകൃഷ്ണന് CSR ഫണ്ട് കിട്ടാനുള്ള യോഗ്യതയില്ലെന്ന് മനസ്സിലാക്കി എന്ന് നമ്മളോട് പറഞ്ഞ അതേ അനന്തകുമാർ ഈ അനന്തകൃഷ്ണന് വേണ്ടി NGO കോൺഫെഡറേഷനിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ്? അർജുൻ മട്ടന്നൂർ. അരുൺകുമാർ, ഈ വലിയ തട്ടിപ്പിൽ ഇത്തരത്തിൽ നിരവധി ആളുകളെ പറ്റിച്ച ഈ വലിയ തട്ടിപ്പിൽ അറിയാതെ വന്ന് പെട്ടതല്ല KN ആനന്ദകുമാർ എന്നത് ഈ ശബ്ദരേഖകളിൽ നിന്ന് വ്യക്തമാണ്. ഇത് NGO നാഷണൽ കോൺഫെഡറേഷൻ തുടങ്ങിയ 2021 മുതൽ ഇത് തട്ടിപ്പാണ് എന്ന് പുറത്തറിയുന്നതിന് മാസങ്ങൾക്ക് മുൻപ് വരെ ആനന്ദകുമാർ ഈ ഗ്രൂപ്പുകളിൽ സജീവമാണ്, ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. അത്തരത്തിൽ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും ചെയർമാൻ കൂടിയായ ആനന്ദകുമാർ അറിഞ്ഞുകൊണ്ടാണ്, ആനന്ദകുമാറിൻ്റെ നേതൃത്വത്തിലാണ് എന്നത് വ്യക്തമാവുകയാണ്. മാത്രവുമല്ല, ഇതിൽ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ഏത് തരത്തിൽ സംഘടന പ്രവർത്തിക്കണം, ഏത് തരത്തിലായിരിക്കണം ഈ NGOകൾ പ്രവർത്തിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അടക്കം കൃത്യമായ നിർദ്ദേശം നൽകുന്നത് ആനന്ദകുമാറാണ്. 2021 അനന്തകൃഷ്ണനും ആനന്ദകുമാറും ഒക്കെ തന്നെ ചേർന്ന് ഇത്തരത്തിൽ NGO നാഷണൽ കോൺഫെഡറേഷൻ ആരംഭിക്കുന്നത്. അതിനുശേഷം 2024 ഏതാണ്ട് ഓഗസ്റ്റോടുകൂടി, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തോടുകൂടി മാത്രമാണ് ആനന്ദകുമാർ ഈ സംഘടന വിട്ടു പോകുന്നത്. അതായത് ഈ പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ പരിപാടിയിലേക്ക് വന്നത്, ഇത്തരത്തിൽ ഇവരെ വിശ്വസിച്ചുകൊണ്ട് പണം മുടക്കാൻ തയ്യാറായത്, ഇത്തരത്തിൽ NGOകൾ മുന്നോട്ട് വന്നതൊക്കെ തന്നെ സായി ഗ്ലോബൽ ട്രസ്റ്റിന് ചെയർമാൻ കൂടിയായ, അത്തരത്തിൽ അവർക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു മുഖം കൂടിയായ ആനന്ദകുമാറിനെ കണ്ടുകൊണ്ടാണ്. ഇത്തരത്തിൽ ആനന്ദകുമാർ വഴിയാണ് തുടക്കം മുതൽ തന്നെ ഇത്തരത്തിൽ എല്ലാ ആളുകളും ഇതിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ പണപ്പിരിവ് നടക്കുന്നത് ആനന്ദകുമാർ അറിയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇത്തരത്തിൽ അനന്തകൃഷ്ണനോ ഈ പറയുന്ന സംഘടനക്കോ CSR ഫണ്ടുകളൊന്നും തന്നെ ലഭിക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ആനന്ദകുമാർ ഇതിനൊക്കെ തന്നെ കൂട്ടുനിൽക്കുന്നു എന്നത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം അനന്തകൃഷ്ണൻ നൽകിയ മൊഴിയാണ് അതിൽ ഏറ്റവും പ്രധാനം. അതായത് ആനന്ദകുമാർ ഇത്തരത്തിൽ പ്രതിമാസം 10 ലക്ഷം രൂപ വീതം പ്രതിഫലം വാങ്ങിയിരുന്നു. അത്തരത്തിൽ 2 കോടിയിലേറെ രൂപ താൻ പ്രതിഫലമായി KN ആനന്ദകുമാർ നൽകിയിട്ടുണ്ട് എന്നാണ് അനന്തകൃഷ്ണൻ പറയുന്നത്. ഇത് തട്ടിപ്പാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ആണ് താൻ അത് വിട്ട് പുറത്തു പോയത് എന്നാണ് ആനന്ദകുമാർ പറയുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഇത് തട്ടിപ്പാണെന്നോ അല്ലെങ്കിൽ തന്നെ വിശ്വസിച്ചു വന്ന NGOകളോടോ തന്നെ വിശ്വസിച്ച പണം മുടക്കിയ ആളുകളോടോ ഇത് തട്ടിപ്പാണെന്നോ ഇതിൽ പ്രശ്നമുണ്ട് എന്നോ ആനന്ദകുമാർ പറയുന്നില്ല. പകരം ഒരു സുപ്രഭാതത്തിൽ ആരോടും പറയാതെ ഇത്തരത്തിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നടക്കം ലെഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ ഏതാണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം പലരും ആനന്ദകുമാറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ അപ്പോഴും തന്നെ കൃത്യമായി മറുപടി ലഭിച്ചില്ല. പകരം അനന്തകൃഷ്ണനും മറ്റും പറയുന്നത് ഇത്തരത്തിൽ ആനന്ദകുമാർ ഔദ്യോഗികമായി രാജിവെച്ചില്ല, അദ്ദേഹം തൽക്കാലം മാറി നിൽക്കുകയാണ് എന്ന ചില മുടന്തൻ ന്യായങ്ങൾ പറയുക മാത്രമാണ്. അതിനുശേഷമാണ് ബീന സെബാസ്റ്റ്യനെ ട്രസ്റ്റിൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആക്കുന്നത്. ഈ ശബ്ദരേഖകളിൽ നിന്ന് 2 കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, ഇത്തരത്തിൽ ഈ തൃശ്ശൂരിലെ ഒരു സംഘടന ഇതിൽ ഈ പദ്ധതി നടപ്പാക്കുന്നതിനിടയിൽ തൃശ്ശൂരിലെ ഒരു സംഘടന സ്വന്തമായി CSR ഫണ്ട് നേടിക്കൊണ്ട് ഇത്തരത്തിൽ പകുതി വിലക്ക് ഇരുചക്രവാഹനങ്ങളും മറ്റും നൽകാനുള്ള ഒരു ശ്രമം നടത്തി. ഇതറിഞ്ഞുകൊണ്ടാണ് അനന്തകൃഷ്ണൻ ആ ഗ്രൂപ്പിൽ ഒരു ഓഡിയോ മെസ്സേജ് ഇടുന്നത്. ഇത്തരത്തിൽ സമാന്തര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അത്തരക്കാർക്ക് സ്വയം മറ്റു വഴികൾ തിരഞ്ഞു പോകാം, ഈ കോൺഫെഡറേഷൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യരുത് എന്ന് അനന്തകൃഷ്ണൻ പറയുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ആനന്ദകുമാർ തൻ്റെ ഒരു സന്ദേശം ഇടുന്നത്. അതായത് ഈ പാരൽ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പുറത്താക്കും, സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം ഒരു മെസ്സേജ് ഇടുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് നേരത്തെ നമ്മൾ കേട്ട ഒരു ശബ്ദ സന്ദേശം അദ്ദേഹം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ സംഘടനയുടെ സെക്രട്ടറി കൂടിയായ അനന്തകൃഷ്ണൻ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിക്കൊണ്ട്
നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി ചിലർ സമാന്തരമായ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത്തരക്കാർ ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങേണ്ടി വരും. അത്തരക്കാരെ നമ്മൾ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് പറയുന്നത് KN ആനന്ദകുമാറാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു അവസരത്തിൽ ഇത്തരത്തിൽ നിരവധി ഫോൺ കോളുകൾ അടക്കം അനന്തകൃഷ്ണൻ വരുമ്പോഴാണ് ഇത്തരത്തിൽ അപ്പോഴും ആനന്ദകുമാർ ഇടപെടുന്നുണ്ട്. രാവിലെ അനന്തകൃഷ്ണനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്, ഉച്ചയ്ക്ക് ശേഷം മാത്രം വിളിക്കുക, അത്തരത്തിൽ ക്രമീകരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ, അത്തരത്തിൽ ദൈനംദിന കാര്യങ്ങളിലടക്കം ആനന്ദകുമാർ കൃത്യമായി ഇടപെടുന്നുണ്ട്. അതേസമയം ആനന്ദകുമാറിന് കൃത്യമായി അറിയാം അനന്തകൃഷ്ണനോ ഈ സംഘടനക്കോ CSR ഫണ്ട് ഒന്നും തന്നെ ലഭിക്കില്ല. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അർജുൻ, നമ്മളോട് അനന്തകുമാർ പറഞ്ഞതനുസരിച്ച് ടെലിബൈറ്റിൽ നമ്മളോട് പറഞ്ഞത് അനന്തകൃഷ്ണന് CSR ഫണ്ട് കിട്ടില്ലെന്ന് നന്നായിട്ട് തനിക്കറിയാമായിരുന്നു എന്നാണ്. അങ്ങനെ അറിയാമായിരുന്ന അനന്തകുമാർ NGO കോൺഫെഡറേഷനിലൂടെ അനന്തകൃഷ്ണനു വേണ്ടി ശബ്ദ സന്ദേശങ്ങൾ അയച്ചത് എന്തിനാണ്? പ്രതിമാസം 10 ലക്ഷം രൂപ ഈ സംഘടന പ്രവർത്തിക്കുന്ന രീതി ശരിയല്ലെന്ന് ബോധ്യപ്പെടുന്ന അനന്തകുമാർ കൈപ്പറ്റിയത് എന്തിനാണ്? ഈ ചോദ്യങ്ങൾ കൃത്യമായും നമ്മുടെ മുന്നിലുണ്ട്. ഇതോടൊപ്പം മറ്റു ചില പ്രധാനപ്പെട്ട തെളിവുകളും ഇന്ന് റിപ്പോർട്ടർ ലൈവത്തോൺ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. റിപ്പോർട്ടർ മെഗാ ലൈവത്തോൺ തുടരുകയാണ്. ഇന്ന് ഫെബ്രുവരി മാസം 9-ാം തീയതി, മകരമാസം 27, സൂപ്പർ സൺഡേ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അനന്തകൃഷ്ണനെ സംഘടനയിലേക്ക് കൊണ്ടുവന്നത് ആനന്ദകുമാർ തന്നെയാണെന്ന് സംഘടനയുടെ ഭാരവാഹികൾ പറയുന്നു. കഥ ട്വിസ്റ്റാവുകയാണ്. കോഴിക്കോട്ടെ NGO നാഷണൽ കോൺഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മോഹനൻ പറയുന്നത് ഒന്ന് കേൾക്കും. പകുതി വില തട്ടിപ്പിൽ 2 പ്രതികളായി രംഗത്തുള്ളതിപ്പോൾ അനന്തകൃഷ്ണനും ആനന്ദകുമാറുമാണ്. ആനന്ദകുമാറിന്റെ നാഷണൽ NGO കോൺഫറൻസ് ആണ് ഇതിൽ പ്രധാനമായും ഒരു പങ്ക് വഹിച്ചിരിക്കുന്നത്. ആ നാഷണൽ NGO കോൺഫറൻസിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് നമ്മളുള്ളത്. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മോഹനൻ കോട്ടൂർ നമുക്കൊപ്പം ഉണ്ട്. അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവന്നത് ശ്രീ ആനന്ദകുമാർ സാറാണ്. അദ്ദേഹമാണ് നമുക്ക് അനന്തകൃഷ്ണൻ എന്നുള്ള വ്യക്തിയെ പരിചയപ്പെടുത്തിയിരുന്നത്. അദ്ദേഹത്തെ ഇതിൻ്റെ സെക്രട്ടറിയായി നിയമിക്കുന്നതും അനന്തകുമാർ സാർ തന്നെയാണ്. കോഴിക്കോട് ജില്ലയിലെ ഏതാണ്ട് 11 സംഘടനകളാണ് ഇതിൽ അഫിലിയേഷനുള്ള സംഘടനകൾ. ഈ 11 സംഘടനകളും ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പാതി വിലയ്ക്ക് സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ വാങ്ങി നൽകുന്ന പദ്ധതി 2023-24 വർഷം മുതൽ ആരംഭിച്ചതാണ്. ഇപ്പോഴും നമുക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലും ഇതിൽ ഞങ്ങൾക്കുള്ള പരാതികളും കാര്യങ്ങളും ഞങ്ങൾ ആനന്ദകുമാർ സാറിനെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ തന്നെ പോയി നേരിട്ട് കാണുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം അതൊന്നും കേൾക്കാനും അറിയാനും ഒന്നും തന്നെ അദ്ദേഹം തയ്യാറായില്ല. എനിക്ക് നേരെ വരുന്ന ഏത് കാര്യങ്ങളും ഞാൻ നിയമപരമായി നേരിടും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന അത് ഒരു സന്നദ്ധ സംഘടനകളുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. 170ഓളം വരുന്ന സന്നദ്ധ സംഘടനകൾ ഒരെണ്ണമാണ് IDC. അതുപോലെ നിജേഷ് അരവിന്ദ് അടക്കമുള്ള ആളുകൾ. അതെ. ഈ ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത അതാത് സംഘടനകൾക്കാണ്. NGO കോൺഫെഡറേഷൻ്റെ പേരിൽ തന്നെ കൃത്യമായ പരാതി കോഴിക്കോട് പോലീസ് കമ്മീഷണർക്കും അതുപോലെ വടകര റൂറൽ SP സാറിനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ക്രൈംബ്രാഞ്ച്, വിജിലൻസ് ഉൾപ്പെടെ IB ഉൾപ്പെടെയുള്ള ഉത്തരവാദപ്പെട്ട പോലീസ് മേധാവികൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മളടുത്ത് അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സാനിയോ മനോബി, ഒരു ഇരയാണ് താൻ എന്ന നിലയിൽ നിന്നും ആനന്ദകുമാർ ഈ സംഘടനയുടെ കോർഡിനേറ്ററും ഈ സംഘടനയുടെ ചെയർമാനും ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചയാളുമെന്ന് മാത്രമല്ല, ഒരു പക്ഷേ അനന്തകൃഷ്ണനെ തന്നെ ഈ വലിയ തട്ടിപ്പിന്റെ ഭാഗമാക്കിയത് ആനന്ദകുമാറിന്റെ ബുദ്ധിയാണോ എന്ന് സംശയിക്കാവുന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? നമ്മൾ ഇതുവരെ കണ്ട അനന്തകൃഷ്ണന് പിന്നിൽ യഥാർത്ഥത്തിലുണ്ടായിരുന്നത് ആനന്ദകുമാറാണ് എന്ന സംശയമാണോ ഇപ്പോൾ ഒപ്പം പ്രവർത്തിച്ചവർക്കുള്ളത്? സാനിയോ? അതെ, അങ്ങനെ തന്നെയാണുള്ളത്. അതായത് ആനന്ദ്കുമാറാണ് എല്ലാത്തിൻ്റെയും സൂത്രധാരൻ എന്നാണ് നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള മോഹനൻ കോട്ടൂർ പറയുന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ആനന്ദകുമാറാണ് അനന്തകൃഷ്ണനെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവന്നത്. മാത്രവുമല്ല, അനന്തു കഴിവുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തത് ആനന്ദകുമാറാണെന്ന് പറയുന്നു. ഒക്ടോബർ മാസം മുതൽ ഈ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിലൊരു തടസ്സമുണ്ടായി. അതായത് സ്കൂട്ടർ വിതരണം ചെയ്യാൻ കഴിയുന്നില്ല, ലാപ്ടോപ്പ് വിതരണം ചെയ്യാൻ കഴിയുന്നില്ല, ഗൃഹോപകരണങ്ങൾക്ക് ബുക്ക് ചെയ്ത ആളുകൾ നിരന്തരം വിളിക്കുന്നു. ഈ ഒരു സാഹചര്യം ഒക്ടോബർ മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മോഹനൻ പറയുന്നത്. ആ സമയത്ത് ഇവരെല്ലാവരും കൂടി അനന്തകൃഷ്ണനെ കാണാൻ അനന്തകുമാറിനെ കാണാൻ പോയിരുന്നു. പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്ത് നിയമ നടപടി തനിക്കെതിരെ വന്നാലും അതൊക്കെ താൻ നേരിട്ടോളാം, നിങ്ങൾ എന്നോട് സംസാരിക്കേണ്ടതില്ല എന്നുള്ള തരത്തിലേക്കാണ് സംസാരിച്ചത്. മാത്രവുമല്ല, പരാതി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ പരാതിയൊക്കെ നിങ്ങൾ പോസ്റ്റിലായി അയച്ചാൽ മതി, നേരിട്ട് സ്വീകരിക്കാൻ താല്പര്യമില്ല എന്ന തരത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത് ആനന്ദകുമാർ.
അപ്പോൾ ഇവരൊക്കെ സ്വാഭാവികമായും സംശയിക്കുന്നത് ആനന്ദകുമാറാണ് ഈ തട്ടിപ്പിന് പിറകിലൊക്കെ ഉള്ളത് എന്നാണ്. മാത്രമല്ല ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് കീഴിൽ 170ഓളം സംഘടനകളുണ്ട്. അതിൽ 11 സംഘടനകളാണ് കോഴിക്കോടുള്ളത്. ആ 11 സംഘടനകളിലുള്ള ഒരു സംഘടനയുടെ നേതാവാണ് മോഹനൻ കോട്ടൂർ എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്ക് കീഴിലും നിരവധിയായി ഇത്തരത്തിൽ ഈ സ്കൂട്ടറിനും അതുപോലെ ലാപ്ടോപ്പിനും ഒക്കെ പണം വാങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ പൈസയൊക്കെയും തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. 1 കോടിക്ക് മേൽ തുക ഇത്തരത്തിൽ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തങ്ങളെല്ലാവരും പെട്ടിരിക്കുന്ന അവസ്ഥയിലാണെന്ന് പറയുന്നു. വീട് വിറ്റിട്ടായാലും സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ ആസ്തികളും വിറ്റിട്ടായാലും ഈ പണം തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. തങ്ങളുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ആ ഓഫീസിൽ വെച്ചാണ് ഇന്നലെ അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. വർഷങ്ങളായി വളരെയധികം വിശ്വാസനീയതയോടെ നടത്തുന്ന ഒരു സ്ഥാപനമായിരുന്നു അത്. പക്ഷേ പെട്ടെന്നാണ് ഇതിനൊരു തട്ടിപ്പിൻ്റെ സ്വഭാവം വന്നതെന്നും അത് തിരിച്ചറിഞ്ഞപ്പോൾ അത് പോലീസിനോടടക്കം പിന്നീട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് എന്നും IB അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ഇപ്പോൾ കൈമാറുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ആദ്യം സംഘടനകൾ വഴി പണം ശേഖരിക്കുകയും പിന്നീട് അത് നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയുമാണ് തങ്ങൾ ചെയ്തതെന്നും ആ പണം പൂർണ്ണമായി തിരിച്ചു കിട്ടുമോ എന്നുള്ള ആശങ്കയും ഒക്കെയാണ് മോഹനൻ കോട്ടൂർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. സനിയോ, അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. NGO കോൺഫെഡറേഷൻ്റെ നിലയിൽ ഇങ്ങനൊരു ആശയം തന്നെ വരുന്നത് അനന്തകൃഷ്ണന്റെ ഒറ്റബുദ്ധിയിൽ നിന്നല്ല. അനന്തകൃഷ്ണന് പിന്നിൽ ആനന്ദകുമാർ ഉണ്ടായിരുന്നുവെന്നും ആനന്ദകുമാർ സജീവമായി NGO കോൺഫെഡറേഷന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്നുവെന്നും ആനന്ദകുമാറിനെ കണ്ടതാണ് ഈ പറയുന്ന എല്ലാ സംഘടനകളും പണം നൽകിയിരുന്നത് എന്നുള്ളതും വ്യക്തമാണ്. ഞങ്ങൾ ആനന്ദകുമാറിനോട് സംസാരിച്ചു. പിന്നീട് വീണ്ടും 3 തവണ ഞങ്ങൾ ആനന്ദകുമാറുമായി സംസാരിച്ചു. അതിലേറ്റവും ഒടുവിൽ ആനന്ദകുമാറുമായി സംസാരിച്ചപ്പോൾ ആനന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ സായിഗ്രാമത്തിന്റെ പരിപാടികൾക്കൊക്കെ വരുമായിരുന്നു. ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ പരിപാടി വന്നപ്പോൾ അയാൾക്കും കൂടെ ചാൻസ് വേണം, നമ്മൾ പോണു എന്നുള്ള അറിഞ്ഞപ്പോൾ അയാൾക്കും കൂടെ ഒരു ചാൻസ് വേണമെന്ന് പറഞ്ഞു. അതിന്റെ ബാനറിലാണ് നമ്മളത് അയാൾ നമ്മുടെ ഒപ്പം വന്നത്. ഇതിന്റെ എല്ലാ കാര്യങ്ങളുടെയും എല്ലാ ഉത്തരവാദിത്വവും സാമ്പത്തിക കാര്യങ്ങളും അനന്തകൃഷ്ണന്റെ കമ്പനിക്കും ആണെന്ന് ടെസ്റ്റ് DD പോലും രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാലി വിൻസെന്റ് അനന്തൂനിയം കൊണ്ട് എൻ്റെ ഓഫീസിലാണ് ആദ്യം വരുന്നത്. എൻ്റെ ശാസ്ത്രമംഗലത്തുള്ള ഓഫീസിൽ വർഷങ്ങൾക്ക് മുമ്പ് ലാലി വിൻസെന്റ് ആണ് ഇയാളെ വിളിച്ചുകൊണ്ട് വരുന്നത് ഒരു ഫണ്ടിന്റെ കാര്യം സംസാരിക്കാൻ. 5-6 വർഷമായിട്ടുണ്ട്. CSR ഫണ്ടിന്റെ C എന്നുള്ളത് കിട്ടാൻ പോലും ക്വാളിഫൈഡ് അല്ലല്ലോ അനന്തുവിന്റെ ഈ 4 കമ്പനിയും. അന്ന് ഞങ്ങളെ ബോധിപ്പിച്ചത് മാർക്കറ്റിംഗ് ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് ചെയ്യണമെന്നാണ്. അപ്പോൾ CSRന് ക്വാളിഫൈഡ് അല്ലാത്ത അനന്തകൃഷ്ണനെയും കൊണ്ട് ആനന്ദകുമാർ എന്തിനാണ് ഈ കോൺഫെഡറേഷൻ രൂപീകരിച്ചത്? ആ കോൺഫെഡറേഷൻ രൂപീകരിക്കുക മാത്രമല്ല, സുഹൃത്തെന്ന നിലയിൽ മാത്രമല്ലല്ലോ പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ അതിനുള്ള അവസരമൊരുക്കിയത് ആനന്ദകുമാർ, മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ അതിനുള്ള അവസരമൊരുക്കിയത്, എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും അനന്തകൃഷ്ണനുമായി ബന്ധപ്പെടുത്തിയത് ആനന്ദകുമാറല്ലേ? മന്ത്രി ശിവൻകുട്ടി അടക്കം അത് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളതല്ലേ? അപ്പോൾ ഈ കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ആനന്ദകുമാറിൻ്റെതാണോ എന്നൊരു സംശയം സ്വാഭാവികമാണ്. ആനന്ദകുമാറാണ് തട്ടിപ്പിന്റെ സൂത്രധാരൻ എന്ന് വ്യക്തമാകുന്നു. പ്രമുഖരെല്ലാം, പ്രത്യേകിച്ച് ജനപ്രതിനിധികളെല്ലാം ഫണ്ട് നൽകിയത് ആനന്ദകുമാറിനെ കണ്ടാണ്. ആനന്ദകുമാറിനെ ഇനിയും അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. റോഷിപാലുണ്ട് നമുക്കൊപ്പം. റോഷിപാൽ, എല്ലാ നേതാക്കളും അനന്തകൃഷ്ണനെ പരിചയപ്പെട്ടത് അനന്തകുമാർ വഴിയാണ് എന്ന് പറയുന്നു. അനന്തകുമാറിനെ വിശ്വസിച്ചാണ് പണം നൽകിയത് എന്ന് പറയുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്തത് എന്ന് പറയുന്നു. കോൺഫെഡറേഷന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് നടത്തിയ മെസ്സേജുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ശബ്ദരേഖകൾ റിപ്പോർട്ടർ TV പുറത്തുവിടുകയാണ്. അപ്പോൾ ഇതിന്റെ കൂട്ടുത്തരവാദിത്വം ഒന്നുകിൽ അനന്തകൃഷ്ണനോടൊപ്പം ആനന്ദകുമാറിനുമുണ്ട്, അതല്ലെങ്കിൽ അനന്തകൃഷ്ണനെ പോലും ഇങ്ങനെയൊരു ആശയത്തിലേക്ക് എത്തിച്ചത് അനന്തകുമാറാണ് എന്ന നിഗമനത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. എന്ന് വെച്ചാൽ അനന്തകൃഷ്ണൻ എത്രമാത്രം ഉത്തരവാദിത്വമുണ്ടോ അത്രയും ഉത്തരവാദിത്വം ആനന്ദകുമാറിനുമുണ്ട് എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്? റോഷിപാൽ, ഡോക്ടർ അരുൺകുമാർ, ഈ കാര്യത്തിലൊന്നും സംശയവുമില്ല. കാരണം ആനന്ദകുമാർ എന്ന ആ സാമൂഹ്യ പ്രവർത്തകന് കേരള സമൂഹത്തിലുള്ള വലിയ സ്വീകാര്യത, ആ സ്വീകാര്യത അത് പരമാവധി ഈ തട്ടിപ്പിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേസിൽ ആനന്ദകുമാർ പ്രതിയായി മാറിയിരിക്കുന്നത്. ഏതായാലും അന്വേഷണം ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. സ്വാഭാവികമായും ഏറെ കഴിയാതെ ആനന്ദകുമാർ പോലീസിന് മുന്നിലേക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടി എത്തേണ്ടി വരും. ചോദ്യം ചെയ്യലിന് പോലീസ് ഉടൻ ആനന്ദകുമാറിനെ വിളിപ്പിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഓരോ ഇടങ്ങളിലും, ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ഏതാണ്ട് 11 ഈ സൊസൈറ്റികൾ
സൊസൈറ്റികൾ രൂപീകരിച്ചിരുന്നു. ഈ സൊസൈറ്റികളിൽ അവിടെ എത്തി ആനന്ദ്കുമാർ പറഞ്ഞത് ഈ അനന്തകൃഷ്ണൻ എന്ന തട്ടിപ്പിന് നേതൃത്വം നൽകിയ ആ വ്യക്തിയാണ് ഇതിൻ്റെ ദേശീയ കോർഡിനേറ്റർ. തന്നെ വിശ്വസിക്കാം എന്ന തരത്തിൽ സന്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളിലും സായി ഗ്രാമത്തിൻ്റെ പ്രധാനിയായ ആനന്ദ്കുമാർ ഉണ്ട് എന്ന ഒരു വിശ്വാസത്തിൽ കൂടിയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇതുമായി സഹകരിക്കുന്നത്. അങ്ങനെ ഓരോ തട്ടിലുള്ള ഈ കുടുംബശ്രീ അടക്കമുള്ള അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലെ ADS-ൻ്റെ ഒക്കെ ഭാരവാഹികൾ, സ്ത്രീകളായ ഭാരവാഹികളൊക്കെ ഇതുമായി ചേർന്ന് നിൽക്കുന്നത് സായി ഗ്രാമത്തിൻ്റെ ആനന്ദ്കുമാർ ഇതിന് നേതൃത്വം നൽകുന്നു എന്നതുകൊണ്ടാണ്. കാരണം എത്രയോ സാമൂഹ്യ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടത്തിയിട്ടുണ്ട് ഈ ആനന്ദ്കുമാറിൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ ഒരു വിശ്വാസമാണ്, ആ വിശ്വാസം ഈ തട്ടിപ്പിന് ഒരു മുഖമാക്കി, ഒരു മൂടുപടമാക്കി മാറ്റിയിട്ടുണ്ട് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആനന്ദ്കുമാറിന് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മാത്രവുമല്ല, ഇതിൻ്റെ ആസൂത്രകൻ ആനന്ദ്കുമാറാണെന്ന സംശയം പോലും നിലവിൽ പോലീസിനുണ്ട്. ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഈ അനന്തകൃഷ്ണനെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും, ദൈനംദിന പ്രവർത്തനങ്ങളിലും നിർദ്ദേശങ്ങൾ നൽകുന്നതൊക്കെ ആനന്ദ്കുമാറിന് നിർണായക പങ്കുണ്ട്. മാത്രവുമല്ല, ഈ തട്ടിപ്പ് സംവിധാനം പൊളിയുമെന്നും ഇത് നിയമക്കുരുക്കിലേക്ക് പോകുമെന്നും ഇവർക്ക് നേരത്തെ തന്നെ അറിയാമെന്ന് ചില കോർഡിനേറ്റർമാർ പറയുന്നുണ്ട്. മുൻകൂട്ടി തന്നെ ഏതാണ്ട് ഒരു 3-4 മാസം മുമ്പ് തന്നെ ഇത് ഒരു വലിയ കുരുക്കിലേക്ക് പോകുന്നു എന്ന സൂചന ഇത് പ്രധാനമായും സംസ്ഥാന തലത്തിൽ കോർഡിനേഷൻ നടത്തുന്ന വ്യക്തിയടക്കം അങ്ങനെ ചില സൂചന ചിലർക്കെങ്കിലും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നും ആനുകൂല്യം ലഭിക്കും, അല്ലെങ്കിൽ പണം സ്വരൂപിച്ചവർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇത് പൊളിയുമെന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒടുവിൽ ആനന്ദ്കുമാർ ഇതിൽ നിന്നും രാജിവെച്ചൊഴിയാൻ ഒരു ശ്രമം നടത്തിയത് എന്ന വിമർശനവും ആക്ഷേപവും ഒക്കെ ഉയരുന്നുണ്ട്. ഏതായാലും ഇതിലൊക്കെ വ്യക്തത വരാൻ ആനന്ദ്കുമാറിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യണം. ഈ പരാതി നൽകിയവർ പറയുന്നത് ആനന്ദ്കുമാറിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നതാണ്. അവർ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായും മന്ത്രിമാരുമായും ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായൊക്കെ ആനന്ദ്കുമാറിന് വലിയ അടുപ്പമുണ്ട്. ആ അടുപ്പം ഉപയോഗിച്ച് ഈ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടാൻ, അതിൻ്റെ പ്രതിസ്ഥാനത്തു നിന്നും രക്ഷപ്പെടാൻ ആനന്ദ്കുമാർ ശ്രമിക്കുന്നുണ്ടോ എന്ന ആശങ്കയാണ് ഇപ്പോൾ പണം നഷ്ടമായവർ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊമോട്ടർമാരായവരൊക്കെ ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ലൈവത്തോൺ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇത് അനന്തകൃഷ്ണന്റെ മാത്രം ബുദ്ധിയിൽ വിരിഞ്ഞ ഒരു തട്ടിപ്പല്ലെന്നും ഇതിനു പിന്നിൽ ഒട്ടനേകം ആളുകൾ ഉണ്ടെന്നും എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യ സൂചനയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അനന്തകുമാറും അനന്തകൃഷ്ണനോടൊപ്പം ഈ തട്ടിപ്പിലെ സൂത്രധാരൻ ആയിരുന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓഫർ തട്ടിപ്പിന് പിന്നിലെ കാണാക്കളികൾ, ഓഫർ തട്ടിപ്പിലെ സൂത്രധാരന്മാർ ആരൊക്കെ, രാഷ്ട്രീയ പങ്കാളിത്തം എത്രത്തോളം, നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുകയാണ് റിപ്പോർട്ടർ ലൈവത്തോൺ. പ്രിയപ്പെട്ടവരെ, ആനന്ദ്കുമാറിനെതിരെ NGO കോൺഫെഡറേഷനിലെ അംഗങ്ങൾ തന്നെ രംഗത്തെത്തുകയാണ്. ആനന്ദ്കുമാറിനെ വിശ്വസിച്ചാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയതെന്നും ഇനി എങ്ങനെ പണം തിരിച്ചു നൽകാമെന്നറിയാതെ പ്രതിസന്ധിയിലാണെന്നും ഭാരവാഹികൾ പറയുന്നു. അതായത് ഇടനിലക്കാരായ ഇവരാണ് പെട്ടത് എന്ന് സാരം. അവർ വേട്ടക്കാരല്ല, അവർ ഇരയാക്കപ്പെടുകയായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. 2021 നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ശ്രീ KN ആനന്ദ്കുമാർ രൂപം നൽകി. ആ സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ സന്നദ്ധ സംഘടനകളിലെ എല്ലാം ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ സന്നദ്ധ സംഘടനയുടെ കൂട്ടായ്മയാണെന്നും സാധാരണ നിലയിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെല്ലാം ശാക്തീകരിച്ച് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരികയാണ് ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സംഘടനയുമായി സഹകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കേരളത്തിൽ ഏതാണ്ട് 2000-ഓളം വരുന്ന സന്നദ്ധ സംഘടനകൾ ഈ NGO കോൺഫെഡറേഷനുമായി ബന്ധപ്പെടുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. 2022 ആയപ്പോഴത്തേക്കും സംസ്ഥാനതല സംഗമം എറണാകുളത്ത് വെച്ച് നടത്തി. തുടർന്ന് സംസ്ഥാന സമിതിയുണ്ടായി, ജില്ലാ സമിതികളുണ്ടായി. സംസ്ഥാന സമിതിയുടെയും ദേശീയ സമിതിയുടെയും ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ശ്രീ KN ആനന്ദകുമാറാണ്. റിട്ടയേർഡ് ജസ്റ്റിസ് ശ്രീ CN രാമചന്ദ്രൻ നായരാണ് ഇതിൻ്റെ മുഖ്യ ഉപദേഷ്ടാവെന്ന് പറയുന്നത്. ഇതിൻ്റെ സംസ്ഥാന തല സെക്രട്ടറിയും ദേശീയ കോർഡിനേറ്റർ എന്ന് പറയുന്നത് അനന്തകൃഷ്ണനാണ്. എൻ്റെ പേര് സുഹൃതം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്നാണ്. ഞാൻ 157 പേരോട് പണം വാങ്ങി അടച്ചു. അതിൽ 91 പേർക്ക് 2 വീലർ കൊടുത്തു. ഇനി 66 ആളുകൾക്ക് 2 വീലർ കിട്ടാനുണ്ട്. ഇനി എനിക്ക് 224 2 വീലറിൻ്റെ പൈസ ഞാൻ ഇപ്പോൾ അടച്ചിട്ട് 3 മാസമായുള്ളൂ. 224 2 വീലർ ഞാൻ നേരത്തെ അടച്ചതെല്ലാം കൃത്യമായിട്ട് എനിക്ക് കിട്ടിയായിരുന്നു. 135 2 വീലർ നേരത്തെ അടച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ സ്കൂൾ കിറ്റ് 100 സ്കൂൾ കിറ്റ്. ഏതാണ്ട് എത്ര രൂപ 224 ടൂ വീലർ എന്ന് പറയുമ്പോൾ എത്ര രൂപ അടച്ചിട്ടുണ്ട്? അപ്പം ഈ ടൂ വീലറിൻ്റെ മാത്രമല്ല ലാപ്ടോപ്പ് 48 ലാപ്ടോപ്പ്. എത്ര ചേട്ടൻ്റെ? 1,80,00,000 രൂപ ചേട്ടൻ മാത്രം. ഞാൻ ട്രാവൻകൂർ അഗ്രി ലൈഫ് ഫാർം പ്രൊഡ്യൂസർ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞങ്ങൾ കൊടുത്ത പ്രോജക്റ്റുകൾ, ഇന്നലെ വരെ കൊടുത്ത പ്രോജക്റ്റുകളെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കൃത്യമായി കിട്ടിയപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത പ്രോജക്റ്റ് വന്നപ്പോൾ വണ്ടിക്ക് ടൂ വീലറിന് ഏകദേശം 136 പേർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും, ടൂ വീലർ കൊടുക്കാൻ കഴിയും. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ക്രെഡിബിലിറ്റി, നമ്മുടെ ഈ വിശ്വാസ്യത കൊണ്ട് ഒരുപാട് ധാരാളം കർഷകരും പാവങ്ങളും നമ്മുടെ അടുത്ത് വന്നു. ഞങ്ങളങ്ങനെ ഏകദേശം 375ഓളം വണ്ടികൾക്ക് ഞങ്ങൾ പണം വാങ്ങി അവർക്ക് കൊടുത്തു. ഇനി 375 കിട്ടാണ്ട് എത്ര കോടി? 68 രൂപ എല്ലാം കൂടെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ 6 കോടി രൂപയുടെ അതാണ് തിരുവനന്തപുരം ജില്ലയുടെ മൊത്തം കിട്ടാനുള്ളത്. ഇതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ലാഭം എന്തായിരുന്നു? ഇല്ല, ഞങ്ങൾക്ക് ഒരു ലാഭവുമില്ല. ഞങ്ങൾ ആളുകൾക്ക് സർവീസ് കൊടുക്കുന്ന സംഘടനകളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ആളുകൾക്ക് പ്രയോജനപ്രദമായ ഒരു കാര്യം അത് വിശ്വാസമുള്ള ആനന്ദകുമാർ സാർ ഞങ്ങളോട് പറയുമ്പോൾ അത് ആളുകളിൽ എത്തിക്കുക എന്നുള്ള ഒരു ചുമതലയാണ് ഞങ്ങൾ ഏറ്റവും. റാഹിസ് റഷീദ് ഇവരുമായി സംസാരിച്ചിരുന്നു. റാഹിസ് റഷീദ്, വിവിധ NGO കോർഡിനേറ്റർമാർ യഥാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണല്ലേ? അവരെ വിശ്വസിച്ച് പണം നൽകിയവർ, ആനന്ദകുമാറിനെ കണ്ട് ഈ കോൺഫെഡറേഷന്റെ ഭാഗമായവർ, ഇവർ 100 കണക്കിന് ആളുകളിൽ നിന്നാണ് പണം പിരിച്ചിരിക്കുന്നത്. 1, 2, 3 കോടി രൂപ വീതം അവർ ഒരൊറ്റ ദിവസം ഇരുട്ടി വെളുത്തപ്പോഴേക്കും ബാധ്യതക്കാരായി മാറുകയാണ്. അപ്പോൾ ഇവർക്ക് മറുപടി പറയേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പക്ഷേ ഇവരെല്ലാവരും ഉറപ്പിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഈ കോൺഫെഡറേഷൻ തുടങ്ങിയത് ആനന്ദകുമാറാണ് എന്ന്. ശരിയല്ലേ റാഹിസ്? ഡോക്ടർ അരുൺ, അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് 2 തരത്തിലുള്ള ആളുകൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ ആഴത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഒന്ന്, നമ്മൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഗുണഭോക്താക്കൾ 60,000 രൂപ വരെ കൊടുത്തിരുന്ന ആളുകൾ പറ്റിക്കപ്പെട്ടു. അത് ഇതിനകം തന്നെ വ്യക്തമായതുമാണ്. ആ സമയത്ത് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത് ഇതിൻ്റെ ഇടനില നിന്ന് പൈസ പിരിച്ച ആളുകളും ഈ ആനന്ദകുമാറും അനന്തകൃഷ്ണനും ഒപ്പം നിന്ന് ഈ ആളുകളെ മനഃപൂർവ്വം പറ്റിച്ചതാണ് എന്ന ധാരണ പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷേ NGO കോൺഫെഡറേഷൻ്റെ ചെറിയ ചെറിയ സംഘങ്ങളായി നിൽക്കുന്ന ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, നമ്മൾ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, പക്ഷേ ഭൂരിഭാഗം ആളുകളും ഈ ഗുണഭോക്താക്കൾ പറ്റിക്കപ്പെട്ടതുപോലെ ഇവരും പറ്റിക്കപ്പെട്ടതാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവരെ സംബന്ധിച്ച് ഒരു നാട്ടിൽ നിലവിൽ NGO കോൺഫെഡറേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനകളായിരിക്കും. അവർക്ക് ഈ ലാപ്ടോപ്പും ഒപ്പം ബൈക്ക് സ്കൂട്ടറുമൊക്കെ പകുതി വിലയ്ക്ക് കൊടുക്കുന്നതോടെ അവരുടെ സംഘടനയിലേക്ക് കുറച്ച് ആളുകൾ കൂടി വരും. ഈ പ്രോജക്റ്റ് കഴിഞ്ഞാലും മുന്നോട്ട് പോകുന്ന സംഘടനയാണ് ഈ NGO കോൺഫെഡറേഷൻ്റെ കീഴിലുള്ള ഈ NGOകൾ. സ്വാഭാവികമായിട്ടും അവർക്ക് അടുത്ത പദ്ധതികൾ വരുമ്പോൾ ഈ സ്കൂട്ടർ കിട്ടിയ ആളുകളെയും കൂടെ ഇതിൻ്റെ ഭാഗമാക്കുക എന്നതായിരുന്നു ഇവർ ഇതുമായി പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. ഇതിൽ നമ്മളോടിപ്പോൾ സംസാരിച്ച ഒരു സൊസൈറ്റിയുടെ ആൾ ഏതാണ്ട് 1.5 കോടി രൂപ അധികം കൊടുത്തു. ഈ ക്യാമറയിൽ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ വിങ്ങിപ്പൊട്ടിയായിരുന്നു സംസാരിച്ചിരുന്നത്. എനിക്ക് ഞാനൊരു വാടക വീട്ടിൽ താമസിക്കുന്ന ആളാണ്. ഒരു തുണ്ട് ഭൂമി പോലുമില്ല. 1,60,00,000 അടുത്ത് പണം ഞാൻ പലരിൽ നിന്ന് പിരിച്ചു. ഞാൻ എന്തു ചെയ്യും? എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരോട് ഇത് സെറ്റിൽ ചെയ്യാമെന്ന് പറയുകയാണ്. പക്ഷേ എങ്ങനെ ഞാൻ സെറ്റിൽ ചെയ്യും? ആ തരത്തിൽ ഇവർ പെട്ടുപോയിട്ടുണ്ട്. ഇതിൽ 2 തരത്തിലാണ് പണപ്പിരിവ് നടന്നത്. ഒന്ന്, NGO കോൺഫെഡറേഷൻ്റെ കീഴിലുള്ള NGOകൾ വഴിയുള്ള പണപ്പിരിവ്. മറ്റൊന്ന് സീഡ് വഴിയുള്ള പണപ്പിരിവ്. ആ സീഡ് വഴിയുള്ള പണപ്പിരിവ് ഡയറക്റ്റായി അനന്തകൃഷ്ണൻ്റെ കീഴിൽ വരുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഒരു പക്ഷേ ഇതിനായി മാത്രം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയായി അതിനെ നമ്മൾ കണക്കാക്കാം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ, ഇതിൽ പല ആളുകളും വിചാരിക്കുന്നത് പോലെ അനന്തകൃഷ്ണനേക്കാൾ വലിയ സ്രാവ് KN ആനന്ദകുമാറാണ് എന്നാണ് ഇവരൊക്കെ പറയുന്നത്. കാരണം KN ആനന്ദകുമാർ സായിഗ്രാമുമായി വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ദേശീയ നേതാവായ ഒരാളാണ്. അദ്ദേഹത്തിന് കീഴിൽ ഈ ഒരു പ്രോജക്റ്റ് മാത്രമല്ല ഇവരെടുത്തിരിക്കുന്നത്. ഈ NGOകൾ നിരവധി പ്രോജക്റ്റുകൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ട്രസ്റ്റ് ഈ ആനന്ദകുമാറിനോട് ഇവർക്കൊക്കെ ഉണ്ട്. ആനന്ദകുമാറിൻ്റെ ഒരു സംരംഭം, അദ്ദേഹം തരുന്ന ഒരു പ്രോജക്റ്റ് എന്ന നിലയിലാണ് ഇവരൊക്കെ അതിന് കൈ കൊടുക്കുന്നത്.
ഒരു ദിവസം ഒരു ഓരോ ജില്ലയിലും NGOകളുടെ യോഗം വിളിച്ചതിന് ശേഷം ആനന്ദകുമാർ അനന്തകൃഷ്ണൻ എന്ന ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇദ്ദേഹം ഇതിൻ്റെ നാഷണൽ കോർഡിനേറ്ററാണ്. ഇനി എനിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. വലിയ വലിയ പ്രോജക്റ്റുകൾ വരുന്നു. CSR ഫണ്ടിൽ നിന്ന് പകുതി പൈസ. ഇതിനകത്ത് ഈ ചെറിയ ചൂണ്ടയിട്ട് ചെറിയ മീനെ കുരുക്കി വലിയ മീൻ പിടിക്കുന്ന ഒരു രീതിയാണ് തിരുവനന്തപുരത്തും മറ്റും നടത്തിയിരിക്കുന്നത്. കാരണം ജൈവവളം കൊടുത്തു, തയ്യൽ മെഷീൻ കൊടുത്തു, കുറച്ച് പേർക്ക് ലാപ്ടോപ്പ് കൊടുത്തു, കുറച്ച് പേർക്ക് സ്കൂട്ടർ കൊടുത്തു. എന്നിട്ട് കൂടുതൽ ആളുകളെ പിടിച്ച് പറ്റിച്ചു. ഇതാണ് റഹീസ്, അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അത് ചെയ്തത്. അതിന് പിന്നിലൊരു വല്ലാത്ത ബുദ്ധിയുണ്ട്. ആദ്യം ജൈവവളം കൊടുക്കുക, തയ്യൽ മെഷീൻ കൊടുക്കുക, സ്കൂൾ കിറ്റ് കൊടുക്കുക. അങ്ങനെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചതിനു ശേഷം കൂടുതൽ പണമിടപാടുകൾ നടത്താൻ സാധിക്കുന്ന സ്കൂട്ടറിലേക്കും വാഷിംഗ് മെഷീനിലേക്കും ഫ്രിഡ്ജിലേക്കും മറ്റ് ഗൃഹോപകരണ സാധനങ്ങളിലേക്കും മാറുക എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഈ തട്ടിപ്പിൻ്റെ സൂത്രധാരൻ അനന്തകൃഷ്ണൻ മാത്രമല്ല എന്നത് ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് നമ്മളോട് വിവിധ NGO പ്രതിനിധികളും വിവിധ കോർഡിനേറ്റർമാരും നൽകുന്ന പ്രതികരണങ്ങൾ. നാഷണൽ NGO കോൺഫെഡറേഷൻ അംഗമായ നൈസ് ട്രസ്റ്റ് ഭാരവാഹി രതീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. 136 പേർക്കാണ് സ്കൂട്ടി ലഭിക്കാൻ പണം നൽകിയത്. അനന്തകൃഷ്ണന് പുറമെയും ചില വ്യക്തികൾ ഈ തട്ടിപ്പിന്റെ ഭാഗമാണെന്ന് രതീഷിന് സംശയമുണ്ട്. രതീഷ് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. രതീഷ്, നമസ്കാരം. ഇപ്പോൾ എന്താണ് അവസ്ഥ രതീഷ്? നമസ്കാരം. വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് നാട്ടിൽ. നമ്മൾക്കൊരു തട്ടിപ്പുകാരൻ്റെ ഒരു മുഖമാണ് ഇപ്പോൾ നാട്ടിലുള്ളത്. യഥാർത്ഥത്തിൽ രതീഷ് ഈ സംഘടനയുമായിട്ട് പരിചയപ്പെടുന്നത് ആരെ കണ്ടിട്ടാണ്? അനന്തകൃഷ്ണനെ രതീഷിന് അറിയാൻ സാധ്യതയില്ലല്ലോ സ്വാഭാവികമായും. ഇല്ലില്ല. ഞാൻ ഉൾപ്പെടെയുള്ള 175ഓളം സന്നദ്ധ സംഘടനകളാണ് നാഷണൽ NGOs കോൺഫെഡറേഷൻ്റെ ഭാഗമായിട്ടുള്ളത്. നാഷണൽ NGOs കോൺഫെഡറേഷൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആനന്ദകുമാർ സാറിനെ കണ്ടുകൊണ്ടാണ് എല്ലാ സന്നദ്ധ സംഘടനകളും ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. നാഷണൽ NGOs കോൺഫെഡറേഷൻ 2021 തുടക്കം കുറിച്ചിട്ടുള്ളത് കേരളത്തിൽ. 2022 ഇതിൻ്റെ സംസ്ഥാന സമ്മേളനം ആദ്യമായിട്ട് നടക്കുന്നത്. അതിലാണ് ആനന്ദകുമാർ സാറ് ദേശീയ ചെയർമാൻ, ആജീവനാന്ത ചെയർമാനായിട്ടും ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ ഇതിൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനുമായിട്ടും വരുന്നത്. അനന്തു എന്നുള്ളൊരു വ്യക്തിയെ കണ്ടുകൊണ്ടല്ല ഈ സ്ഥാപനങ്ങൾ ആരും നാഷണൽ NGOs കോൺഫെഡറേഷൻ്റെ ഭാഗമായത്. അതുപോലെ തന്നെ NGOs കോൺഫെഡറേഷൻ രൂപീകരിക്കുമ്പോൾ ഇതുപോലുള്ള സബ്സിഡി നിരക്കിലുള്ള വാഹനമോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ വിതരണം ചെയ്യും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടുമല്ല ഈ സന്നദ്ധ സംഘടനയുടെ കൂട്ടായ്മ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ചിന്ന ഭിന്നമായി ഇരിക്കുന്ന സന്നദ്ധ സംഘടനകളെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഒരു ശക്തിയായി നാട്ടിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏകോപനം ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് NGOs കോൺഫെഡറേഷൻ്റെ ഭാഗമായിട്ട് ഈ സന്നദ്ധ സംഘടനകളെല്ലാം വന്നിട്ടുള്ളത്. 19 വർഷത്തോളം സേവനം ചെയ്തിട്ടുള്ള സന്നദ്ധ സംഘടനകൾ, കന്യാസ്ത്രീ മഠങ്ങൾ ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ, രൂപതയുടെ സന്നദ്ധ സംഘടനകൾ, വിവിധ അഡ്വക്കേറ്റ്സ് ലീഡ് ചെയ്യുന്ന സന്നദ്ധ സംഘടനകൾ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് 2022 അവസാനത്തോടു കൂടിയിട്ടാണ് വിവിധ സബ്സിഡി പദ്ധതികൾ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരുന്നത്. 2021 തുടങ്ങി 2022 ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഈ അനന്തകൃഷ്ണൻ സംസ്ഥാന ഈ സമ്മേളനത്തിൽ തന്നെയാണോ ഇതിന്റെ കോർഡിനേറ്ററായി തിരഞ്ഞെടുക്കപ്പെടുന്നത്? അതെ, അനന്തു കൃഷ്ണൻ എന്ന് പറയുന്നത് സായി ഗ്രാമത്തിലെ ഒരു സെക്രട്ടറി കോർഡിനേറ്ററും കൂടി ആയിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതിൽ ഒരു കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ മാത്രമാണ് അനന്തു കൃഷ്ണൻ. അതായത് അനന്തു കൃഷ്ണനെ നിങ്ങൾക്ക് അനന്തകുമാർ പരിചയപ്പെടുത്തുന്നത് സായി ഗ്രാമത്തിലെ കോർഡിനേറ്റർ എന്ന രീതിയിലാണല്ലേ? അതെ, സായി ഗ്രാമത്തിൻ്റെ എല്ലാ സമയവും ആനന്ദകുമാറിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന, നമ്മുടെ ഗ്രൂപ്പുകളിലൂടെയൊക്കെ വരുന്ന വിവരം അനുസരിച്ച് ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആനന്ദകുമാർ. എല്ലാ കാര്യങ്ങളും ഈ ആനന്ദകുമാർ നമ്മളോട് പറഞ്ഞത് ലാലി വിൻസെന്റ് ആണ് ഈ അനന്തകൃഷ്ണനെ തനിക്ക് പരിചയപ്പെടുത്തിയത്. അത് കുറച്ചുനാൾ മുമ്പ് മാത്രമാണ് പരിചയപ്പെടുത്തിയതെന്നും അങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ തന്റെ ഓഫീസിൽ വന്ന് പരിചയപ്പെടുത്തിയപ്പോൾ ഇയാൾ കൊള്ളാമല്ലോ എന്ന് കരുതിയാണ് ഈ പരിപാടിയിൽ സഹകരിച്ചതെന്നുമാണ്. സായികുമാറിന്റെ കോർഡിനേറ്റർ ആയിരുന്നു എന്നുള്ള വിവരം ആനന്ദകുമാർ നമ്മളോട് പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മുഖം കൂടിയുണ്ട് അല്ലേ? അദ്ദേഹത്തെ എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്നുള്ളത് നമ്മൾക്കറിയില്ല. അദ്ദേഹം എന്തായാലും നമ്മൾ NGOs പരിചയപ്പെട്ടിരിക്കുന്നത് ആനന്ദകുമാർ വഴി മാത്രമാണ്. NGOs ഇതിനു മുന്നേ അനന്തു കൃഷ്ണനെ ആർക്കും അറിയുന്നതല്ല. അതുപോലെ തന്നെ മറ്റൊരു ഇതെന്ന് പറയുന്നത് നാഷണൽ കോൺഫെഡറേഷൻ തുടങ്ങുന്ന സമയത്ത്, പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് തന്നെ അനന്തകൃഷ്ണൻ അതിലുണ്ടോ?
ഉണ്ട്, ആദ്യം മുതൽ തന്നെ ഉണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ആദ്യം ഈ സബ്സിഡി പദ്ധതികൾ ആരംഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. NGOs കോൺഫെഡറേഷൻ രൂപീകരിക്കുമ്പോൾ ഇതുപോലുള്ള 50% സബ്സിഡിയോടുകൂടി പദ്ധതികൾ നൽകും എന്ന് പറഞ്ഞിട്ടല്ല കോൺഫെഡറേഷൻ്റെ ഭാഗമായിട്ട് ഈ 175ഓളം സന്നദ്ധ സംഘടനകൾ ഇതിൻ്റെ ഭാഗമാകുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വിവിധ പദ്ധതികൾ ചിലപ്പോൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സായിഗ്രാം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയൊരു NGO ആണ്. നമ്മളെപ്പോലുള്ള സന്നദ്ധ സംഘടനകൾ, എൻ്റെ സന്നദ്ധ സംഘടന 2018 നമ്മൾ തുടങ്ങുന്നത്. ഡെവലപ്മെൻറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ചെറിയൊരു NGO ആണ് നമ്മളെപ്പോലുള്ള സന്നദ്ധ സംഘടനകൾക്ക് സായിഗ്രാമിൻ്റെയൊക്കെ ഒരു സഹായം ഉണ്ടാവുക അല്ലെങ്കിൽ ഉപദേശം ഉണ്ടാവുക എന്നുള്ളത് നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർ തുടങ്ങിയിട്ടുള്ളൊരു സന്നദ്ധ സംഘടനയെ സംബന്ധിച്ചിടത്തോളം, ചെറിയ സന്നദ്ധ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം. ഓഫർ വിവരം ആദ്യം പറയുന്നത് ആരാണ്, എവിടെ വെച്ചാണ്? തീർച്ചയായും നമ്മൾക്ക് ഈ NGOs കോൺഫെഡറേഷൻ്റെ ഭാഗമായിട്ടുള്ള സന്നദ്ധ സംഘടനകൾക്ക് ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ഇതുവഴിയാണ് ഇങ്ങനെയുള്ള പദ്ധതികൾ അവതരിപ്പിക്കുന്നത്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരാണ് ആനന്ദകുമാറും അനന്തകൃഷ്ണനും. ഇതൊരു അഡ്മിൻ ഓൺലി വാട്സാപ്പ് ഗ്രൂപ്പാണ്. നമ്മൾക്കതിൽ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതിൽ ആനന്ദകുമാറും അനന്തകൃഷ്ണനുമാണ് കമ്മ്യൂണിക്കേഷൻസ് നടത്താറുള്ളത്. അതായത് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയത് ഈ ഓഫറിന്റെ വിവരങ്ങൾ അനന്തകൃഷ്ണനും അനന്തകുമാറും അഡ്മിൻ ആയിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് നിങ്ങൾ ആദ്യം അറിയുന്നത്. തീർച്ചയായും അതിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പിന്നെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ തട്ടിപ്പിലേക്ക് നിങ്ങളെ ക്ഷണിച്ചത് ഇരുവരും ഒരുമിച്ചാണ് എന്നല്ലേ അതിന്റെ അർത്ഥം? തീർച്ചയായും അത് മാത്രമല്ല, നമ്മളുടെ നടക്കുന്ന കൺവെൻഷനുകളിൽ ഇതിനെ കുറിച്ച് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പദ്ധതികൾ വിതരണം ചെയ്യുമ്പോൾ ആനന്ദകുമാർ സാറ് ആണ് കൂടുതൽ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. അതിൽ അദ്ദേഹം, ഞാനിപ്പോഴും ഓർക്കുന്നു, ലാപ്ടോപ്പ് വിതരണം ചെയ്യാൻ വേണ്ടി പോയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, ഇതിൻ്റെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ലാപ്ടോപ്പ് ഒരു നനവുണ്ടാകും. ആ നനവ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വേർപ്പിൻ്റെ നനവാണ്. 50% തുക കണ്ടെത്തുവാൻ വേണ്ടി ഞങ്ങൾ ഓടിയതിൻ്റെ, ഞാനും അനന്തും ഉൾപ്പെടെയുള്ളവർ ഓടിയതിൻ്റെ വേർപ്പിൻ്റെ നനവാണ് ആ ലാപ്ടോപ്പിനുള്ളത് എന്ന രീതിയിലുള്ള പ്രസംഗം എൻ്റെ ചെവിയിൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അപ്പോൾ ആ സമയം വരെ ഈ 50% തുക കണ്ടെത്തിയിരുന്നത് ആനന്ദകുമാറും അനന്തകൃഷ്ണനും ഒരുപോലെ ചേർന്നിട്ടാണ് എന്ന് പറയുകയും ഇന്ന് അതിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് താങ്കൾ പറയുന്നത്. ഒരു കാര്യം കൂടി രതീഷ്, ഈ എപ്പോഴാണ്, ഏത് ഘട്ടത്തിലാണ് ആനന്ദകുമാർ ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത്? ആനന്ദകുമാർ ഈ ഗ്രൂപ്പുകളിലൂടെയോ റിട്ടണായിട്ടോ അല്ലെങ്കിൽ വെർബലായിട്ടോ ഒരു ആളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇതിൻ്റെ അകത്ത് പോവുകയാണ് എന്നുള്ളത്. പക്ഷേ 2024 ഒക്ടോബർ 7 അദ്ദേഹത്തിൻ്റെ സായിഗ്രാമം ആനന്ദകുമാർ എന്നുള്ള ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ഒരു കുറിപ്പ് ഇടുകയുണ്ടായി, ഞാൻ NGO കോൺഫെഡറേഷൻ്റെ ചെയർമാൻ സ്ഥാനം 3 മാസം മുന്നേ രാജിവെച്ചിരുന്നു എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പേയ്മെൻ്റ് അടച്ചിരിക്കുന്നത് 2024 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ടാണ് ഞങ്ങൾ പേയ്മെൻ്റ് അടച്ചിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള പല സന്നദ്ധ സംഘടനകളും പേയ്മെൻ്റ് അടച്ചിരിക്കുന്നത്. അന്ന് ആനന്ദകുമാറായിരുന്നു അതിൻ്റെ ചെയർമാൻ. ആനന്ദകുമാർ സാറ് അതിനുശേഷവും ഇതിനെക്കുറിച്ച് ലാപ്ടോപ്പ് വിതരണം നടക്കുകയാണ്, 2 വീലർ വിതരണം നടക്കുകയാണ്. അതായത് ഒക്ടോബർ മാസത്തിൽ സായിഗ്രാമത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ 3 മാസം മുൻപേ രാജിവെച്ചുവെന്ന് അനന്തകുമാർ പറയുന്നു. അതായത് ഓഗസ്റ്റ് മാസത്തിൽ രാജിവെച്ചു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. പക്ഷെ ഓഗസ്റ്റ് മാസത്തിന് ശേഷവും ഈ പറയുന്ന ഓഫർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അനന്തകുമാർ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നോ? ഇല്ല. അതിനുശേഷം അദ്ദേഹം, ഇതൊരു അഡ്മിൻ ഓൺലി ഗ്രൂപ്പ് ആയതുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുന്നത് പലപ്പോഴും നമ്മൾ മെമ്പർമാർ കാണില്ല. അതിൻ്റെ നോട്ടിഫിക്കേഷൻ പാസ്റ്റ് ഇതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ, പാസ്റ്റ് മെമ്പേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കാണുള്ളൂ. ആനന്ദകുമാർ ലെഫ്റ്റ് ദ ഗ്രൂപ്പ് എന്നുള്ള മെസ്സേജ് നമ്മൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ വന്നിട്ടില്ല. പിന്നീട് ഈ ഒക്ടോബർ 7 ഫേസ്ബുക്ക് പേജ് കണ്ടപ്പോഴാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ആനന്ദകുമാർ ഈ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് പാസ്റ്റ് പാർട്ടിസിപ്പൻറ്റിൽ ആനന്ദകുമാർ സാറിനെ കാണുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി രതീഷ്, ഈ അനന്തകുമാർ ഈ ഒക്ടോബർ മാസത്തിൽ ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോകാനുള്ള കാരണം ഈ തട്ടിപ്പ് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നാണ് ആനന്ദകുമാർ നമ്മളോട് പറഞ്ഞത്.
പക്ഷേ ആ തട്ടിപ്പിന്റെ വിവരം ഒക്ടോബറിലോ നവംബറിലോ നിങ്ങളോട് എപ്പോഴെങ്കിലും ആനന്ദ് സൂചിപ്പിച്ചിരുന്നു? നിങ്ങളോട് ഫണ്ട് ഇടാൻ ആവശ്യപ്പെട്ട, നിങ്ങളോട് സഹകരിക്കാൻ ആവശ്യപ്പെട്ട അതേ ആനന്ദകുമാർ? ആനന്ദകുമാർ ഈ നിമിഷം വരെ ഇതൊരു തട്ടിപ്പാണ് എന്നുള്ള രീതിയിൽ ഒരു NGOസിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, അദ്ദേഹം രാജിവെച്ച് പോകുമ്പോൾ ഒരു ഗ്രൂപ്പിലൂടെയോ റിട്ടേൺ ആയിട്ടോ സർക്കുലറിലൂടെയോ ഒന്നും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും ഇല്ല. അതുമാത്രമല്ല, ഇതെന്ന് പറയുന്നത് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും കൂടി ഒരു വസ്തുതയാണ്. ആനന്ദകുമാറും അനന്തവും മാത്രമല്ല ഡയറക്ടർ ബോർഡിലുള്ളത്. അതിലാരൊക്കെയാണ് ബാക്കിയുള്ളത്? അതിലുള്ളത് ഒരു രാമചന്ദ്രൻ നായർ ഉണ്ടായിരുന്നു ആദ്യം, അല്ലേ? അദ്ദേഹം അതിന്റെ അഡ്വൈസർ ആയിരുന്നോ? ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ ഇതിൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനാണ്. അദ്ദേഹം പക്ഷേ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയിലില്ല. അദ്ദേഹം നമ്മുടെ കോമൺ ആയിട്ടുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്. ആ വിശ്വാസ്യതയും ഈ NGOസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അദ്ദേഹം ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു എന്നുള്ളത് കൊണ്ടും ഈ കൂട്ടായ്മ നല്ല നിലയിൽ പോകുന്നതായിരിക്കും എന്നുള്ളതും, കാരണം ജസ്റ്റിസൊക്കെ ഇതിൻ്റെ ഉപദേശക സമിതി ചെയർമാനായിരിക്കുമ്പോൾ ഇതൊരു തട്ടിപ്പിന് കൂട്ടുനിൽക്കും എന്ന് ഒരു NGOയും വിശ്വസിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ ബീന സെബാസ്റ്റ്യൻ ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ്. എറണാകുളം സ്വദേശിയാണ്. ഷീബ സുരേഷ് ഡയറക്ടർ ബോർഡ് അംഗമാണ്. ഒപ്പം തന്നെ അനന്തു കൃഷ്ണൻ്റെ സ്പിയാർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയുടെ ഭാരവാഹി കൂടിയാണ് ഷീബ സുരേഷും അനന്തു കൃഷ്ണനും കൂടിയിട്ടാണ് വ്യാപകമായി സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചിട്ടുള്ളത്. സീഡ് സൊസൈറ്റികൾ എന്ന് പറയുന്നത് ഈ സ്പിയാർട്സിൻ്റെ പദ്ധതികൾ കേരളത്തിലേക്ക് എത്തിക്കുവാൻ എന്നുള്ള ഇതിനു വേണ്ടി ആവശ്യമായിട്ട് മാത്രം ഈ 2023-24 കാലങ്ങളിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സന്നദ്ധ സംഘടനയാണ് സ്പിയാർട്സ്. ഷീബയുമായിട്ട് എപ്പോഴെങ്കിലും പിന്നീട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ രതീഷിന്? ഇപ്പോൾ ഷീബ എവിടെയുണ്ടെന്ന് രതീഷിന് അറിയാമോ? ഷീബ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആളല്ല. ഷീബയായിട്ട് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഡയറക്ടർ ബോർഡ് അംഗമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളല്ല ഷീബ. ആക്ച്വലി കോർഡിനേറ്റ് ചെയ്യുന്ന സീഡ് സൊസൈറ്റികളുടെയാണ്. സീഡ് സൊസൈറ്റികൾ NGOs കോൺഫെഡറേഷന്റെ ഭാഗമല്ല. ഈ സീഡ് സൊസൈറ്റികളൊന്നും NGOs കോൺഫെഡറേഷന്റെ മീറ്റിങ്ങുകളിലോ വാട്സാപ്പ് കൂട്ടായ്മയിലോ ഇല്ല. മനസ്സിലായി. ഇനി ഒരു കാര്യം കൂടി രതീഷ്, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഈ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുകയോ അതല്ലെങ്കിൽ സംഘടനയുടെ ഭാഗമാണെന്ന് ഈ നേതാക്കൾ പറയുകയോ ചെയ്തതായി ഓർമ്മിക്കുന്നുണ്ടോ രതീഷ്? ഇല്ല. ഇതിൽ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതിലെല്ലാ വിഭാഗപ്പെട്ട ആൾക്കാരും ഈ സന്നദ്ധ സംഘടനയുടെ ഭാഗമായിട്ടുണ്ട്. പലപ്പോഴും ഇത് സമൂഹത്തിന് നന്മ ചെയ്യണം എന്ന് മാത്രം ആഗ്രഹിച്ചിട്ടുള്ള സന്നദ്ധ സംഘടനകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 56,000-60,000-ത്തിലുപരിയായിട്ട് ₹1 പോലും എൻ്റെ സന്നദ്ധ സംഘടന മെമ്പർഷിപ്പ് ഫീസായിട്ടോ വേറെ ഏതെങ്കിലും രീതിയിലോ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ടോ? കുറഞ്ഞ തുകയാണെങ്കിലും. നൈസ് എന്ന സംഘടന എത്രയാണോ തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്വീകരിച്ചത് അത് തന്നെയാണ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഇതിലൊരു മെമ്പർഷിപ്പ് ഫീസായിട്ട് പോലും ₹100 പോലും ഞാൻ കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. 81,76,000 രൂപയാണ് 138 ബെനഫിഷ്യറിക്ക് വേണ്ടിയിട്ട് ഞാൻ അടച്ചിട്ടുള്ളത്. അതേ തുകയാണ് നൈസിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. അതോടുകൂടി താങ്കൾ അതിൽ നിന്ന് കുറ്റവിമുക്തനാക്കപ്പെടും. കാരണം താങ്കൾ കൂടി ഈ താങ്കളുടെ സന്നദ്ധ സംഘടനയിലൂടെ അടച്ചു എന്നത് മാത്രമാണ്. കണക്ക് താങ്കളുടെ കയ്യിലുണ്ടല്ലോ. ഇത്ര പിരിച്ചു, അത്ര അടച്ചു, അതിൽ ₹1 പോലും രതീഷോ നൈസ് എന്ന സംഘടന എടുത്തിട്ടില്ല. രതീഷിനെ പോലെ വിവിധ സന്നദ്ധ സംഘടനകളിലെ ഭാരവാഹികളും നമ്മളോടൊപ്പം സംസാരിക്കുന്നുണ്ട്. അവരൊന്നും ആ പണം എടുത്തവരല്ല. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് അങ്ങയോട് ചോദിച്ചത്. താങ്കൾ ഒരു കമ്മീഷനും ഒരു ഘട്ടത്തിലും കൈപ്പറ്റിയിട്ടില്ല. കിട്ടിയ മുഴുവൻ പൈസയും താങ്കൾ അടച്ചിട്ടുണ്ട്. ശരി, ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ രതീഷ്, ഇതിൽ ഇനി എത്ര പേർക്ക് കൊടുത്തു, എത്ര പേരുടെ ബാധ്യത ഇപ്പോഴുണ്ട് താങ്കൾക്ക്?
ഒന്നാം ഘട്ടത്തിൽ 87 വനിതകൾക്കാണ് 2 വീലർ നമ്മൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അത് 2024 മാർച്ച് അവസാനത്തോടു കൂടിയിട്ടാണ്. അതിനുശേഷമാണ് അടുത്ത ഘട്ടം ആരംഭിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ 138 പേരുടെ ആപ്ലിക്കേഷനാണ് നമ്മൾ സ്വീകരിച്ചത്. 138 പേരുടെ പേയ്മെൻറ്റുകളും 2024 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഈ ബെനഫിഷ്യറീസിൽ 2 പേര് ക്യാൻസലേഷൻ ഫോം നൽകുകയും 2 പേർക്ക് റീഫണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബാലൻസ് വരുന്ന 136 പേർക്കും വാഹനം ലഭിക്കാനുണ്ട്. ആരുടെയും വാഹനം ഈ 2ാം ഘട്ടത്തിൽ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ലാപ്ടോപ്പുകളും മനസ്സിലാക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ പണം നൽകിയവരിൽ കുറച്ചുപേർക്ക് ഈ സ്കൂട്ടർ കൊടുക്കുക, ബാക്കി പണമാണ് ഇയാൾ വസ്തു വാങ്ങാൻ ഉപയോഗിച്ചിരിക്കുന്നത്, ആഡംബര കാറുകൾ വാങ്ങാൻ ഉപയോഗിച്ചത്. ആനന്ദകുമാറിന് 2 കോടി കൊടുത്തത്. അപ്പം ഈ ആനന്ദകുമാറിനൊക്കെ മാസം 10 ലക്ഷം വീതം കിട്ടുന്നു എന്നുള്ള വിവരം നിങ്ങൾക്കറിയാമായിരുന്നു. അതായത് 2 കോടിയിലധികമാണ് ആനന്ദകുമാർ കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ മൊഴി പുറത്തു വന്നിരിക്കുന്നത്. 46 ലക്ഷം രൂപയാണ് ലാലി വിൻസെന്റ് കൈപ്പറ്റിയിരിക്കുന്നത്. ഈ പണം സ്വാഭാവികമായും ഒരു CSR വഴി കൈപ്പറ്റാൻ പറ്റുന്നതല്ല എന്ന് നിങ്ങൾക്കറിയാമായിരുന്നില്ലേ? ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്കറിയാമായിരുന്നു രതീഷ്? ഇവർക്കൊക്കെ പണം കിട്ടുന്നു. ചില രാഷ്ട്രീയ നേതാക്കൾ 50 രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൊടുത്തിട്ടുണ്ട്. ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്കറിയാമായിരുന്നു രതീഷ്? ഇതിൻ്റെ സാമ്പത്തികം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംഘടനയൊക്കെ CSRന് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും ഉള്ള സന്നദ്ധ സംഘടനയാണ്. സന്നദ്ധ സംഘടനകൾക്ക് CSR ഫണ്ട് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം. ഈ പദ്ധതികളെല്ലാം ഓരോ സസ്റ്റൈനബിൾ ഗോൾസുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. 7 സസ്റ്റൈനബിൾ ഗോൾസാണ് UN ഇത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ സസ്റ്റൈനബിൾ ഗോൾസുമായിട്ട് ഇതിനെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പല പദ്ധതികളും ചെയ്തിരിക്കുന്നത്. അതുപോലെ വാട്ടർ പ്യൂരിഫയർ ഒക്കെ മറ്റേ സാനിറ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്കൊരു സംശയം തോന്നില്ലേ രതീഷ്? ഇത്രയുമധികം പണം സ്വീകരിച്ച് ഇതേപോലെ സ്കൂട്ടർ കൊടുക്കാനൊക്കെ എങ്ങനെ കഴിയും? ഈ ഫണ്ടൊക്കെ എങ്ങനെ കിട്ടും? ഇതൊരു വലിയ ബാധ്യതയല്ലേ എന്നുള്ളത് നിങ്ങൾക്കൊരു സംശയം തോന്നിയിരുന്നു? ആ സംശയം നമ്മളെ സംബന്ധിച്ചിടത്തോളം NGO കോൺഫെഡറേഷനിലേക്ക് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വാഹന ബുക്കിങ്ങിലേക്ക് പോവുക എന്നുള്ളതല്ല. നമ്മുടെ ഓരോ സംഘടനയ്ക്കും 30ഓ 40ഓ കൃത്യമായ എണ്ണം പറഞ്ഞുകൊണ്ടാണ് ഇത്ര ബാലൻസ് ഉണ്ട്, അത് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ സംഘടനയോടും പറയുന്നത്. ആദ്യഘട്ടത്തിൽ 10 വണ്ടിയൊക്കെ ആയിരിക്കും ഒരു സ്ഥാപനത്തിനോട് പറയുക. പിന്നീട് അങ്ങനെ വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പറുകളായിരിക്കും ഈ ഓരോ സന്നദ്ധ സംഘടനകൾ വഴിയും എടുത്തിട്ടുണ്ടാകുന്നത്. ഞാൻ 3 ഘട്ടങ്ങളിലായിട്ടാണ് 138 എത്തിയിരിക്കുന്നത്. അതായത് 50ൽ താഴെയോ വാഹനമായിരിക്കും ഒരു ഘട്ടത്തിൽ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ സീഡ് സൊസൈറ്റികൾ വ്യാപകമായി 1000-2000 വണ്ടികൾ ബുക്ക് ചെയ്യുന്നതോടുകൂടി എൻ്റെ സംഘടന ഇതിൽ നിന്ന് വാഹന ബുക്കിംഗ് എടുക്കുന്നതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഇനി ഇത് ഉള്ള കൊടുത്ത ബാധ്യതകൾ എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കണം. 81 ലക്ഷം ഉണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഒരിക്കലും വീട്ടാൻ വേണ്ടി പറ്റുന്ന ഒരു ബാധ്യതയല്ല. വലിയ ലോണൊക്കെ എടുത്തിട്ടാണെങ്കിലും നമ്മുടെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാൽ പോലും നമ്മൾക്ക് സമ്പാദിക്കാൻ വേണ്ടി പറ്റാത്തതിലപ്പുറം ഉള്ളൊരു ബാധ്യതയാണ് ഇത്രയും വലിയ ബാധ്യത. പക്ഷേ നമ്മൾ വിശ്വസിച്ച് പണം അടച്ചവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളതുകൊണ്ട് രതീഷ് തൽക്കാലം സേഫ് ആണ്. പക്ഷേ രതീഷിനെ വിശ്വസിച്ച് അനന്തകുമാറിനെ വിശ്വസിച്ചൊക്കെ പണം ഇട്ട മനുഷ്യരുണ്ടല്ലോ, അവരുടെ കാര്യമാണ് വീണ്ടും കഷ്ടം. തീർച്ചയായിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. മനുഷ്യരുണ്ട്. NGO ഭാരവാഹികൾക്ക് ഇക്കാര്യത്തിൽ സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ചാനൽ എന്ന നിലയിൽ ഈ NGO കളെല്ലാം നമ്മുടെ സമൂഹത്തിന് വേണ്ടുന്നതായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ഒരു തരത്തിലുള്ള കളങ്കവും ഏറ്റിട്ടില്ല. നിങ്ങൾ ഇരയാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. പലരുമൊക്കെ വിളിച്ചു പറയുന്നത് ആത്മഹത്യയുടെ വക്കിലാണ്. അങ്ങനെയൊന്നും നിങ്ങളെപ്പോലുള്ള ആളുകൾ ചിന്തിക്കേണ്ടതല്ല. അത് ആളുകൾക്ക് മനസ്സിലാവും. നിങ്ങളതിൻ്റെ ഡോക്യുമെൻ്റ് കാണിച്ചാൽ മതി. നിങ്ങൾ തന്ന പൈസ അതേപോലെ അടച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അവരെ കാണിക്കുക. പിന്നീട് ഈ നിയമ പോരാട്ടത്തിൽ നിങ്ങളും ചേരുക. കേരളം കണ്ട ഒരു വലിയ തട്ടിപ്പിന് നിങ്ങളെ ഉപകരണമാക്കി എന്ന് മാത്രം. താങ്ക് യു രതീഷ്, നമുക്കൊപ്പം ചേർന്നു.
ചേർന്നതിന്. രതീഷാണ് കോഴിക്കോട് നിന്നും നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെ കഥയുമായി ഒരുപാട് പേർ ഞങ്ങളെ സമീപിക്കുന്നുണ്ട്. ഒരുപാട് കോളുകളും മെസ്സേജുകളും വരുന്നുണ്ട്. ഇതിലെ തട്ടിപ്പിന്റെ പിന്നാമ്പുറങ്ങൾ തേടിയുള്ള റിപ്പോർട്ടറിന്റെ അന്വേഷണമാണ് മെഗാ ലൈവത്തോണാണ്. പകുതിവില തട്ടിപ്പിൽ റിപ്പോർട്ടർ മെഗാ ലൈവത്തോൺ തുടരുകയാണ്. പകുതിവില തട്ടിപ്പിൽ വെളിപ്പെടുത്തലും റിപ്പോർട്ടറിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നടത്താം. പല പ്രൊമോട്ടർമാരും പല NGO ഭാരവാഹികളും നമ്മളെ മെസ്സേജുകൾ വഴി ബന്ധപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ അറിയിക്കാനുള്ളൊരു നമ്പർ ഇപ്പോൾ റിപ്പോർട്ടർ TV നൽകുകയാണ്. ഈ നമ്പറിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ അറിയിക്കാം. നിങ്ങൾക്ക് വെളിപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ, തെളിവുകളുണ്ടെങ്കിൽ അത് റിപ്പോർട്ടർ TVയിലൂടെ പങ്കുവയ്ക്കുകയുമാവാം. നമ്പർ ഇതാണ് 0790252100. ഒരിക്കൽ കൂടി നമ്പർ പറയാം, 079-025-2100. സ്ക്രീനിൽ ആ നമ്പർ ഉണ്ടാവും. ആ നമ്പറിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളുടെ വിവരങ്ങളും ആശങ്കകളും അറിയിക്കുക. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ നമ്പർ മറ്റൊരു വാർത്തയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കരുത്. പൂർണ്ണമായും ഇപ്പോൾ റിപ്പോർട്ടർ ലൈവത്തോൺ നടത്തുന്ന ഈ ഓഫർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറയാൻ ഇരയാക്കപ്പെട്ടവർക്ക് വിളിക്കാനുള്ള നമ്പറാണ്. NGO ഭാരവാഹികൾക്ക്, പ്രൊമോട്ടർമാർക്ക്, നമ്മളുടെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ പരാതി നൽകിയിരിക്കുന്ന പ്രവർത്തകർക്ക് വിളിക്കേണ്ടുന്ന നമ്പർ മാത്രമാണ്. മറ്റു വാർത്തകളോ മറ്റഭിപ്രായങ്ങളോ ഈ നമ്പറിലൂടെ നിങ്ങൾ കൈമാറരുത് എന്ന് ഒരു അപേക്ഷയുണ്ട്. ഇത് നമ്മളുടെ സതുദ്ദേശത്തിനു വേണ്ടി ഈ അന്വേഷണത്തിൻ്റെ വ്യാപ്തി, ഇതിൽ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ഒരു കാരണവശാലും മറ്റു വാർത്തകളും വാർത്താ അഭിപ്രായങ്ങളും ഇതിൽ വിളിച്ച് അറിയിക്കരുത്. അതിന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാവുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നിങ്ങൾ വിളിക്കുക. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നു. ബ്രൂവറിയിൽ ആദ്യ എതിർപ്പ് അറിയിച്ചത് കൃഷി വകുപ്പിന്റെ ഓഫീസാണ്. ഒയാസിന്റെ ഭൂമി നെൽവയലെന്നും തരം മാറ്റാൻ കഴിയില്ലെന്നും എലപ്പുള്ളി കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകുകയായിരുന്നു. RDOയുടെ നിർദ്ദേശപ്രകാരമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഒയാസിന്റെ ഭൂമിയിൽ 2008 വരെ നെൽകൃഷി നടത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് റവന്യൂ വകുപ്പ് ഭൂമി തരംമാറ്റം അപേക്ഷ തള്ളിയത്. ഒയാസിനെതിരെ കൃഷി വകുപ്പ് നൽകിയ റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുന്നു. റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, അപ്പോൾ CPI മന്ത്രിമാർ ഭരിക്കുന്ന രണ്ട് വകുപ്പുകൾ, ഒന്ന് കൃഷി വകുപ്പ്, മറ്റൊന്ന് റവന്യൂ വകുപ്പ്. ആദ്യം കൃഷി വകുപ്പിൽ ഉത്തരവ് വരുന്നു. ആ കൃഷി വകുപ്പിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് ഭൂമി തരംമാറ്റത്തിനുള്ള അപേക്ഷ നിരസിക്കുന്നു. അപ്പോൾ CPI രണ്ട് വകുപ്പുകൾ ഒരുമിച്ചാണ് ഈ തീരുമാനമെടുത്തത്. കൃഷി വകുപ്പിൽ നിന്ന് തുടങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി 2008 സാറ്റലൈറ്റ് ചിത്രമടക്കം പരിശോധിച്ചുകൊണ്ടാണ് CPI മന്ത്രി ഭരിക്കുന്ന കൃഷി വകുപ്പ് ഈ തീരുമാനമെടുത്തത്, അല്ലേ റോഷിപാൽ? ഡോക്ടർ അരുൺകുമാർ, 2008 തണ്ണീർത്തട നിയമപ്രകാരം ഈ ബ്രൂവറി ലഭിച്ച അനുമതി ലഭിച്ച ഒയാസിസ് കമ്പനി നൽകിയ അപേക്ഷ 1 ഹെക്ടർ 60 സ്ഥലം, ആ സ്ഥലത്ത് നെൽവയലാണ്. ആ നെൽവയൽ അത് ഡാറ്റാ ബാങ്കിൽ നിന്നും മാറ്റി നൽകണമെന്ന അപേക്ഷയാണ്. അത് RDO അപേക്ഷയിൽ വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ എലിപ്പുള്ളിയിലെ കൃഷി ഓഫീസർക്ക് നിർദ്ദേശം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 29 അന്വേഷണ റിപ്പോർട്ട് കൃഷി ഓഫീസർ നൽകിയത്. ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു, 2008 വരെ ഈ ഭൂമി നെൽവയലായിരുന്നു. പിന്നീട് അത് തരിശുഭൂമിയായി. എന്നാൽ പോലും ആ തരിശുഭൂമി നെൽകൃഷി നടത്താൻ പര്യാപ്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഡാറ്റാ ബാങ്കിൽ നിന്നും ഈ ഭൂമി തരം മാറ്റി കൊടുക്കാൻ സാധിക്കില്ല എന്ന റിപ്പോർട്ട് കൃഷി ഓഫീസർ നൽകി. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പ് ഭൂമി തരം മാറ്റി കൊടുക്കാനുള്ള ഈ ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ പൂർണ്ണമായും തള്ളുന്നത്. ഏതായാലും CPIയുടെ വകുപ്പാണ് ഈ റവന്യൂ വകുപ്പും കൃഷി വകുപ്പും. അപ്പോൾ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാകാം ഒരുപക്ഷെ കടുത്ത നിലപാട് ഒയാസിസ് കമ്പനിയുടെ അപേക്ഷയിൽ ഈ രണ്ട് വകുപ്പുകളും നടത്തിയത് എന്ന് വിലയിരുത്തേണ്ടി വരും. CPIക്ക് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ടായിരുന്നു. ജലചൂഷണമടക്കമുള്ള വിഷയങ്ങൾ CPIയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നതും. അതുകൊണ്ട് തന്നെ ആദ്യം ഇതിൽ ഒയാസിസ് കമ്പനിക്ക് തടസ്സമായി വന്നത് കൃഷി വകുപ്പാണ്. ആ തടസ്സമായി അവർ നൽകിയ റിപ്പോർട്ട്, അത് റവന്യൂ വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൻ്റെ പകർപ്പാണിപ്പോൾ നമ്മൾ പുറത്തുവിട്ടത്. ഇപ്പോഴും CPI ആ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. അതിനിടയിലാണ് ഈ റിപ്പോർട്ടിൻ്റെ പ്രധാന ഭാഗം ഇപ്പോൾ പുറത്തു വരുന്നത്. സാറ്റലൈറ്റ് ഡാറ്റ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് കൃഷി ഓഫീസർ 2008 വരെ ഈ ഭൂമി നെൽവയലാണെന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള വളരെ വിശദമായ റിപ്പോർട്ട് സാറ്റലൈറ്റ് ഡാറ്റ അടക്കം വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് RDOയ്ക്ക് കൈമാറിയത്.
ഓക്കെ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ആദ്യം കൃഷിവകുപ്പിന്റെ എതിർപ്പ് റവന്യൂ വകുപ്പിനെ അറിയിച്ചതോടുകൂടിയാണ് വയാസിന് ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ റവന്യൂ വകുപ്പ് തള്ളുന്നതും. രണ്ട് വകുപ്പുകളും ഭരിക്കുന്നത് CP ആണ് എന്നതും ശ്രദ്ധേയമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചില പ്രേക്ഷകർ ചോദിക്കുന്നു, എന്തായാലും ഈ വാർത്തയിൽ അനന്തുവിൻ്റെ ലാപ്ടോപ്പിൽ എല്ലാം ഉണ്ടെന്ന് പോലീസ് പറയുന്നു. എല്ലാവരും ഉന്നതരാണ്. ഉന്നതരുടെ പേര് പുറത്തു പോകരുത് നിർദ്ദേശമുള്ളതായിട്ട് അറിയാൻ സാധിക്കുന്നു. അത് മാധ്യമപ്രവർത്തകരടക്കം സമീപിക്കുന്നുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഈ മൊഴിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചെല്ലുമ്പോൾ നമ്മൾക്കറിയാൻ കഴിയുന്ന വിവരം, വിവിധ രാഷ്ട്രീയ നേതാക്കൾ അവരുടെയൊക്കെ സഹായികളെ പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് ചിലർ വിളിച്ചു ചോദിക്കുന്നു, എൻ്റെ പേരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നൊരവസ്ഥയാണ് എന്നുള്ളതാണ്. ആരൊക്കെയാണ് ഈ പ്രമുഖർ എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനുള്ളിൽ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കാൻ ശ്രമിക്കും. നമ്മൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ തേടുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 9:17 നിങ്ങൾക്ക് ഓഫർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട, പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പരാതികളും നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ വിവരങ്ങളും നിങ്ങൾക്ക് റിപ്പോർട്ടർ TVയിലൂടെ കൈമാറാം. തീർച്ചയായും അതിനുള്ള നമ്പർ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നമ്പറിലൂടെ വിളിച്ചു പറഞ്ഞ് നിങ്ങൾക്ക് കാര്യങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാം. കേരളത്തിലെ വിവിധ NGO സംഘടനകളുടെ പ്രതിനിധികൾ ഇതിൽ പെട്ടുപോയവരാണ്. ചിലർക്കെങ്കിലും ഇതിൽ കമ്മീഷനോ രജിസ്ട്രേഷൻ ഫീസോ വാങ്ങാതെയാണ് ഇത്തരം കൂട്ടിച്ചേർക്കലുകൾ നടത്തിയത്. അവരാണ് കൂടുതലും പറ്റിക്കപ്പെട്ടു പോയവർ. 1 കോടിയും 2 കോടിയും ബാധ്യതയുള്ള മനുഷ്യരാണ്. അവരൊക്കെ സങ്കടത്തിൻ്റെയും നിരാശയുടെയും വക്കിലാണ്. പക്ഷേ നിങ്ങളും ഇരകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലേഖ ബിജു തയ്യൽ മെഷീൻ ഇടുക്കി ജില്ലയിൽ നിന്ന് മേടിച്ച സമയത്താണ് ഇതിങ്ങനൊരു പ്രസ്ഥാനമുണ്ട്, അതുവഴി നമുക്ക് പകുതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പം തന്നെ ഞാൻ എൻ്റെ വാർഡിലേക്ക് ഇങ്ങനെ അറിയിപ്പ് കൊടുത്തു, ഇങ്ങനെ പകുതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടും, അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിച്ചോ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് കിട്ടുമോ ഇല്ല എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ വലിയ സംഗതികളൊന്നും പിടിച്ചില്ല. ചെറിയ തയ്യൽ മെഷീനും വാട്ടർ ടാങ്ക് അങ്ങനെയുള്ള സാധനങ്ങൾ പകുതി വിലയ്ക്കാണ് പിടിച്ചത്. കേസും കൂട്ടവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് മേടിച്ചവർക്ക് ഇനി അത് തിരിച്ച് നമ്മൾ കൊടുക്കേണ്ട വരുമോ, അല്ലെങ്കിൽ അവർ മുഴുവൻ പൈസ അടയ്ക്കേണ്ട വരുമോ, ആ ഒരു ആശങ്കയുണ്ട്. അപ്പോൾ എന്തായാലും കേസ് നമുക്ക് എല്ലാവർക്കും അനുകൂലമാവട്ടെ. അതായത് കിട്ടിയ തയ്യൽ മെഷീൻ എങ്ങനെയാണ്, നല്ല നിലവാരമുള്ളത്? ഉഷയുടെ തയ്യൽ മെഷീനായിരുന്നു, ബ്രാൻഡഡ് ആയിരുന്നു, എല്ലാം കമ്പനി സാധനങ്ങൾ തന്നെയാണ് കിട്ടിയത്. അതേപോലെ വാട്ടർ ടാങ്ക് കിട്ടിയതും നല്ല വിലയുള്ളതും കമ്പനി സാധനങ്ങളായിരുന്നു. ഞാൻ അപേക്ഷ കൊടുത്തേക്കണത് എൻ്റെ മോളുടെ പേരിലാണ്. തസ്നി ഉബൈസ് എന്നാണ് കൊടുത്തേക്കണത്. അത് അവളുടെ കെട്ടിച്ച കുടുംബത്തിനോടും ഇതെടുക്കാതെ ഞാൻ കൊച്ചിൻ്റെ സാധനങ്ങളൊക്കെ പണയം വെച്ചിട്ട് കൊടുത്താണത്. എനിക്ക് പൈസ എന്തായാലും കിട്ടണം. പക്ഷേ ഞാൻ 2-3 പ്രാവശ്യം റീഫണ്ടിന് പോയപ്പോഴൊക്കെ ഈ മോളി ചേച്ചി എന്നോട് പറഞ്ഞു, ഇല്ല കൊടുക്കണ്ട അത് കിട്ടും എന്ന് പറഞ്ഞാണ് റീഫണ്ട് ചെയ്യാതിരുന്നത്. ഇപ്പം ലാസ്റ്റൊക്കെ ആയപ്പം ഇങ്ങനെയൊക്കെ ഒരു ആകെ പ്രശ്നങ്ങളായപ്പോൾ കുടുംബത്തിലാകെ പ്രശ്നമായി, ഇടങ്ങേറായി. പൈസ നമുക്ക് കിട്ടാതിരിക്കാനൊരു മാർഗ്ഗമില്ല, എനിക്കെന്തായാലും കിട്ടണം. അത് കുറേ കഴിഞ്ഞപ്പോഴും പറയണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് വണ്ടി പിടുത്തോ, കുറച്ച് പേർക്കൊക്കെ വണ്ടി കൊടുത്തു കണ്ടു. അപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിൽ നമ്മൾ വിശ്വസിച്ചാറ് നമ്മളതിലേക്ക് അങ്ങനെ ആ വിശ്വസ്തതയായി ഇങ്ങനെ പോയി, കിട്ടുന്നൊരു പ്രതീക്ഷയിൽ പോയി. പിന്നെ ഇപ്പോൾ മൊത്തത്തിൽ പ്രശ്നം, എങ്ങനെയെങ്കിലും പൈസ വാങ്ങിക്കണം. കൊച്ചിൻ്റെ ഞാൻ കൊണ്ടുവന്ന അരിഞ്ഞാണം കൊണ്ട് പണയം വെച്ചിട്ടൊക്കെയാണ് അത് കൊടുത്തത്. മൊത്തത്തിൽ സങ്കടപ്പെട്ട ഞാനിങ്ങനെ ഇരിക്കുന്നത്, എന്ത് ചെയ്യും എന്നൊരു മാർഗ്ഗമില്ലാത്ത രീതിയിലെ അവസ്ഥയിലാണ് ഇപ്പോൾ എൻ്റെ സാഹചര്യം. അതിവിടെ നമ്മുടെ CDS ആയിട്ട് ബന്ധപ്പെട്ട് ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞത്. അവർ വാർഡിലെ ആളുകളോട് പറഞ്ഞു അവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അതിനകത്ത് എല്ലാവരും വിട്ടുപോയി. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ആദ്യം സീഡ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറഞ്ഞു. അതിന് 350 രൂപയും ആപ്ലിക്കേഷൻ ഫോമും ഒക്കെ കൊടുത്തു. അതിന് ശേഷം ഈ അക്കൗണ്ട് നമ്പർ, ആരുടെ പേരിലായിരുന്നു എടുത്തത്? അക്കൗണ്ട് നമ്പർ വാഹനം ബുക്ക് ചെയ്ത എൻ്റെ മകളുടെ പേരിലാണ്. അങ്ങനെ അതിന് ശേഷം രണ്ടാമത് അക്കൗണ്ട് നമ്പർ വന്നിട്ട് അതിനകത്ത് പൈസ അടയ്ക്കാൻ പറഞ്ഞു. പൈസ അടച്ചു 60,000 രൂപ. അപ്പോൾ ഓരോ വണ്ടിക്കും പ്രത്യേകം 56,000 രൂപയും 60,000 രൂപയും റേറ്റായിരുന്നു. അതിൽ നമ്മൾ വണ്ടി സെലക്ട് ചെയ്താൽ വണ്ടിക്കുള്ള 60,000 രൂപ അടച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത് ഒരിക്കൽ നമ്മൾ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വിളിച്ചിട്ട് സെപ്റ്റംബർ 30 വണ്ടി തരുമെന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നു. അന്ന് അതിനകത്ത് ജനപ്രതിനിധികൾ പലരും ഉണ്ടായിരുന്നു. മുനിസിപ്പൽ ചെയർമാൻ ഉണ്ടായിരുന്നു, പായ്പ്ര പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നു, പ്രസിഡന്റ് ഉണ്ടായിരുന്നു, നമ്മുടെ അവിടുത്തെ CDS എല്ലാവരും, സീഡ് സൊസൈറ്റിയുടെ ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു. വിശ്വാസയോഗ്യമായത് ജനപ്രതിനിധികളെ മുമ്പിൽ നിർത്തിയതാണ് വിശ്വാസയോഗ്യമായത്. ജനപ്രതിനിധികൾ മുമ്പിലുണ്ടായിരുന്നുകൊണ്ടാണ് അത് ആളുകൾക്ക് വിശ്വാസയോഗ്യമായത്. പിന്നെ നേരത്തെ പല സ്ഥലത്തും കൊടുത്തു എന്നുള്ളൊരു ഇതും കിട്ടി.
ചിലർക്കൊക്കെ കിട്ടിയവർ ഉണ്ട്. ലാപ്ടോപ്പ് കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയ ചിലരൊക്കെ ഉണ്ട്. ചിലർക്കൊക്കെ വണ്ടി കിട്ടുന്നതായിട്ട് ഫോട്ടോ കൊടുത്തു. പിന്നെ മറ്റേ വാട്ടർ ടാങ്ക് പകുതി വിലയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് വന്നു, അത് കൊടുക്കുന്നത് കണ്ടു. മറ്റുള്ള കുറേ സാധനങ്ങൾക്ക് കൊടുക്കുന്നതായിട്ടൊക്കെ ഫോട്ടോയും ഇതൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ കണ്ട് വിശ്വസിച്ചു ആളുകൾ. ഇതൊരു വലിയ തട്ടിപ്പിനാണെങ്കിൽ ആരും അങ്ങനെ കൊടുക്കില്ലല്ലോ. പക്ഷെ അപ്പോൾ അങ്ങനെ വിശ്വസിപ്പിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പൈസയൊന്നും ഇല്ലാത്ത കാരണം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ റോൾ ചെയ്ത് പെട്ടെന്ന് അടച്ചു. പെട്ടെന്ന് നിന്ന് അടയ്ക്കാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആരുടെയും കയ്യിലും പൈസ ഇല്ലല്ലോ. അത് കാരണം പെട്ടെന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ റോൾ ചെയ്ത് പൈസ അടച്ചു. വണ്ടി കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് മെമ്പറൊക്കെ പറഞ്ഞു കിട്ടും എന്ന് ഉറപ്പായതിൻ്റെ പേരിൽ ഞങ്ങൾ കൊടുത്തു. പൈസ അടച്ചു കഴിഞ്ഞ് പല അവധികൾ നീട്ടി കൊണ്ടുപോയി. ലാസ്റ്റ് വന്നപ്പോൾ വണ്ടി കിട്ടാതെ വന്നു, കേസായി എന്ന് പറഞ്ഞു. പിന്നെ വണ്ടി കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് പറയാമെന്നും പറഞ്ഞ് വന്നതാണ്. ഏത് അക്കൗണ്ടിലേക്കാണ് പൈസ ഇട്ടേ? അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്ക് HDFC ബാങ്കിൽ 56,000 രൂപ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ട ഈ മുഖങ്ങൾ ആരും വേട്ടക്കാരുടെ മുഖങ്ങളല്ല. ഇവരെല്ലാം സാധാരണക്കാരാണ്. നമ്മൾ ചുറ്റും നിൽക്കുന്ന മനുഷ്യരാണ്. നമ്മൾക്കൊപ്പമുണ്ടായിരുന്ന മനുഷ്യരാണ്. സാധാരണക്കാരായ മനുഷ്യരെ എത്ര വേഗം എത്ര സമർത്ഥമായിട്ടാണ് അനന്തകൃഷ്ണനും അനന്തകുമാറും ചേർന്ന ഒരു സംഘടന പറ്റിച്ചിരിക്കുന്നത്. ഇവർക്ക് ഓരോരുത്തർക്കും നമ്മളോട് വിഷമങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. റിപ്പോർട്ടറിന്റെ പ്രതിനിധികൾക്ക് നിരന്തരം ഫോൺ കോളുകൾ വരുന്നു, നിരന്തരം മെസ്സേജുകൾ വരുന്നു. ഈ വിവരങ്ങൾ പുറം ലോകം അറിയണമെന്നവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഞായറാഴ്ച ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ റിപ്പോർട്ടർ പോകുന്നത്. മറ്റു വാർത്തകളുമൊപ്പം പ്രേക്ഷകർക്കൊപ്പം എത്തും. പകുതി വില തട്ടിപ്പിൽ വെളിപ്പെടുത്താൻ റിപ്പോർട്ടിലൂടെ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു: 0790252100. ഈ നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ടർ ടിവിയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളുടെ മെഗാ ലൈവത്തോൺ തുടരുകയാണ്. അനന്തകൃഷ്ണന് പിന്നിലെ ഉന്നതർ ആരൊക്കെയാണ്? രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പുറത്തു വന്നിരുന്നു, ചിലരുടെ പേരുകൾ മാത്രം. അവർ പല വിശദീകരണങ്ങളും നൽകുന്നു. പക്ഷേ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർക്ക് കഴിയില്ല. അനന്തകുമാർ ഒരു പൊളിറ്റിക്കൽ ഫണ്ടറാണ്. റിപ്പോർട്ടർ ടിവിയുടെ അന്വേഷണം. അനന്തകൃഷ്ണൻ എന്ന ഒരു തട്ടിപ്പുകാരനെ മാത്രമേ നമുക്കറിയൂ. പക്ഷെ അനന്തകൃഷ്ണൻ എന്നൊരു പൊളിറ്റിക്കൽ ഫണ്ടറെ കുറിച്ച് നമുക്കധികം അറിയില്ലായിരുന്നു. ഇടുക്കി, എറണാകുളം ജില്ലകളിലെ 50ഓളം രാഷ്ട്രീയക്കാർക്കാണ് പണം നൽകിയത്. പല പരിപാടികളും സ്പോൺസർ ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ടും പണം നൽകി. ആനന്ദകുമാറിന് മാസം തോറും 10 ലക്ഷം വീതം നൽകിയെന്നാണ് മൊഴി. പണമിടപാട് സംബന്ധിച്ച രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ് രാജാക്കാട്, ഇടുക്കിയിലും കോട്ടയത്തും അടക്കം പല ജില്ലകളിലും പല രാഷ്ട്രീയ നേതാക്കൾക്കും അത് പാർട്ടി ഭേദമന്യേ പൊളിറ്റിക്കൽ ഫണ്ടർ ആയിരുന്നു നിലവിൽ അനന്തകൃഷ്ണൻ എന്നല്ലേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് അനന്തകുമാറിന് മാത്രം മാസം 10 ലക്ഷം രൂപ വീതം നൽകി എന്നാണ് ലഭ്യമാവുന്ന വിവരം. ലാലി വിൻസെന്റ് പറയുന്നു 2 കോടിയിലധികം രൂപ അനന്തകുമാറിന് ലഭിച്ചിട്ടുണ്ട് എന്ന്. ഒരു വലിയ പൊളിറ്റിക്കൽ ഫണ്ടർ ആയിരുന്നോ ഈ അനന്തകൃഷ്ണൻ? സന്ദീപ്. ഡോക്ടർ അരുൺകുമാർ, അത്തരത്തിൽ വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ വെച്ച് പല രാഷ്ട്രീയ പാർട്ടികളുടെയും പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പൊളിറ്റിക്കൽ ഫണ്ടറായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്, അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇടുക്കിയിലും എറണാകുളത്തുമായി ഏതാണ്ട് ചെറുതും വലുതുമായിട്ടുള്ള 50ലധികം വരുന്ന പാർട്ടി നേതാക്കന്മാർക്ക്, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾപ്പെട്ടവർക്ക് ഫണ്ട് നൽകിയിരുന്നു എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഒരു വിവരമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവരുടെ പേര് വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അത് പുറത്തുവിടാത്തതിന് കാരണം ഈ ആരോപണ വിധേയരായിട്ടുള്ള, ഇല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ആളുകളെ കൂടി ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഇതിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ തട്ടിപ്പറിഞ്ഞുകൊണ്ട് തന്നെ പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതും വളരെ ഗൗരവതരമായി പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. അത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പേര് വിവരങ്ങൾ പുറത്തു വരുന്നില്ല. പക്ഷേ ഡീൻ കുര്യാക്കോസിൻ്റെയും ഒപ്പം തന്നെ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, മുൻ MP ആയിട്ടുള്ള ജോയിസ് ജോർജ് അടക്കമുള്ളവരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെ ആരോപണമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഇതിന് മറുപടി പറയാതെ പോകുവാൻ കഴിയില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടുക്കിയിലും എറണാകുളത്തുമായിട്ടാണ് ഇത്തരത്തിൽ ഫണ്ട് വിനിയോഗം നടത്തിയിട്ടുള്ളത്. ഇത് പല പരിപാടികളും, ഈ പറയപ്പെടുന്ന പാർട്ടി നേതാക്കന്മാരുടെ പല പരിപാടികളും സ്പോൺസർ ചെയ്തിരുന്നു
എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് സ്പോൺസർ ചെയ്യുക മാത്രമല്ല തിരഞ്ഞെടുപ്പുകൾക്ക് ഫണ്ടായി പണം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു വലിയ തട്ടിപ്പിലേക്ക് നടത്തുമ്പോൾ ആ തട്ടിപ്പിൽ തനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുവാൻ വേണ്ടി ഒരു വലിയ രാഷ്ട്രീയ വലയം, അത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഒന്നുമില്ലാതെ ആ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വലയം സൃഷ്ടിക്കുക കൂടി അനന്തകൃഷ്ണൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ സ്ഥലം വാങ്ങിക്കൂട്ടിയതിൻ്റെ കഥകൾ നമ്മൾ കേട്ടു, അത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതിൻ്റെ കേട്ടു. ഇതിലെല്ലാം പെട്ടിരിക്കുന്ന സാധാരണക്കാരാണ്. ആ സാധാരണക്കാരെ പറ്റിച്ച് പണവുമായി മുങ്ങുമ്പോൾ ഒരു സംരക്ഷണം ഉറപ്പാക്കുവാൻ വേണ്ടി ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തെ ഒപ്പം നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം അനന്തകൃഷ്ണൻ നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് ഞാൻ സന്ദീപിലേക്ക് തിരിച്ചു വരാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CSR ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് ചെയ്യാൻ കഴിയില്ല. CSR ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പ്രവർത്തനം നടത്തുന്നത് എന്നാണ്, പാതിവിലേക്ക് സ്കൂട്ടർ നൽകാമെന്നതാണ് പറയുന്നത് അനന്തകൃഷ്ണനും അനന്തകുമാറും. പക്ഷേ അങ്ങനെ CSR ഫണ്ട് ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകുന്നത് എങ്ങനെയാണ് 10 ലക്ഷം രൂപ വീതം ഇതിൽ ചെയർമാന് CSR ഫണ്ട് കൊടുക്കുക? ഇതറിയാമായിരുന്ന ആനന്ദകുമാർ എന്തുകൊണ്ടാണ് ഈ വിവരം NGO സംഘടനകളെ അറിയിക്കാതിരുന്നത്? ചോദ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ജനപ്രതിനിധികൾ പല സ്കൂട്ടർ വിതരണത്തിലൊക്കെ ഉൾപ്പെടെ പങ്കെടുത്താണ് ആളുകളുടെ വിശ്വാസം നേടിയെടുത്തത്. അതായത് രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യം ഈ ചടങ്ങുകളിൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ വിശ്വാസമുണ്ടാവുന്നു. 1000-ലധികം പേർ തട്ടിപ്പിനിരയായ മൂവാറ്റുപുഴയിൽ MP-യും MLA-യുമാണ് പങ്കെടുത്തത്. അതായത് ഡീൻ കുര്യാക്കോസും മാത്യു കുഴൽനാടനും. ജനപ്രതിനിധികൾ മുന്നിൽ നിന്നത് വിശ്വാസം വർദ്ധിപ്പിച്ചുവെന്ന് പരാതിക്കാർ പറയുന്നു. MP-ക്കും MLA-ക്കും മറ്റെന്ത് താല്പര്യമെന്നറിയില്ല, പക്ഷേ സ്കൂട്ടർ വിതരണത്തിൽ അവരുടെ സാന്നിധ്യം ഈ തട്ടിപ്പിന് ആക്കം കൂട്ടി, അഥവാ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇടയാക്കി. ഞാനൊരു പഞ്ചായത്ത് മെമ്പറാണ്. എന്നെ വിശ്വാസത്തിലെടുത്ത് കുറച്ച് പേര്, ഒരു ഏകദേശം 20, എൻ്റെ മകൾ ഉൾപ്പെടെ 20 പേരോളം ഇതിൻ്റെ അകത്ത് പൈസ അടച്ച വ്യക്തികളാണ്. ഇവിടെ മൂവാറ്റുപുഴ കൗൺസിലറായിരുന്ന പ്രമീള ഗിരീഷ് കുമാർ സീഡ് സൊസൈറ്റിയുടെ ചെയർമാനായിരിക്കുകയും വൈസ് ചെയർമാനായിട്ട് മോളി സാജൻ ആവോലി CDS, അതായത് കുടുംബശ്രീയുടെ മിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവരൊക്കെ എനിക്ക് ഒരു മെസ്സേജ് തന്നു, വാർഡിലേക്ക് ഇടുക, അതുകൊണ്ട് ഒരു സാമൂഹ്യ സേവനമാണിത്. 50% പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പ്, മൊബൈൽ, തയ്യൽ മെഷീൻ ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഇട്ടനുസരിച്ച് കുറച്ച് പേര് ഇത് ബന്ധപ്പെടും. നമ്മൾ HDFC ബാങ്കിലേക്ക്, അനന്തകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്ന HDFC ബാങ്കിലേക്ക് നമ്മൾ പൈസ അടയ്ക്കുകയും ചെയ്തു. അങ്ങനെ 20ഓളം ലാപ്ടോപ്പും തയ്യൽ മെഷീനും നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു ആവോലി പഞ്ചായത്തിൽ. അത് കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു ഇത് വരുന്നത്. പെട്ടെന്ന് തന്നെ ഒരു വണ്ടി വിലയുടെ ആക്റ്റീവ, അങ്ങനെ 2 വീലറുകൾ 50% പൈസ, അതായത് 56,000 രൂപയും ഏകദേശം 60,000 രൂപയും പകുതി വില അത് അടച്ചു കഴിഞ്ഞാൽ HDFC ബാങ്കിലേക്ക് ഈ പറയുന്ന അക്കൗണ്ട് നമ്പറും ഡീറ്റെയിലും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അനന്തകൃഷ്ണനാണ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത്. NGO ഫെഡറേഷൻ്റെ കോർഡിനേറ്ററാണ് പുള്ളി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവർ വിളിച്ചു, നമുക്ക് ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്യണം. അവിടെ എല്ലാവരും മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ വിളിച്ചു. ആ ടൗൺ ഹാളിൽ മൂവാറ്റുപുഴ MP ഡീൻ കുര്യാക്കോസ്, മൂവാറ്റുപുഴ MLA, അവിടുത്തെ മൂവാറ്റുപുഴ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ, അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ അവിടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അവിടെ ആ വിഷനെടുത്ത് ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിച്ച ഡീൻ കുര്യാക്കോസ് ഉണ്ടായിരുന്നു, മാത്യു കുഴൽനാടൻ ഉണ്ടായിരുന്നു, മൂവാറ്റുപുഴയുടെ ചെയർമാൻ എൽദോസ്, പ്രമീള ഗിരീഷ് കുമാർ, മോളി സാജൻ, പിന്നെ ഒരു ഇന്ദിരാമാടൻ എന്ന് പറഞ്ഞാൽ ഇന്ദിരാമാട് മൂവാറ്റുപുഴയിൽ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. പുള്ളിക്കാരിക്ക് യാതൊരു ബന്ധമില്ലാന്ന് പറയും. ഇന്ദിരാമാടൻ കോർഡിനേറ്ററാണ്, NGO ഫെഡറേഷൻ്റെ കോർഡിനേറ്ററാണ്. ഇവരൊക്കെയാണ് അതിൻ്റെ ബന്ധപ്പെട്ട്. അപ്പോൾ ആദ്യം തന്നെ അവിടെ ഈ ഇതിനെപ്പറ്റിയെല്ലാം വിശദീകരിച്ചു. CSR ഫണ്ടിൻ്റെ 50% പൈസ കണ്ടെത്തുന്ന വിവിധ കമ്പനികൾ CSR ഫണ്ടാണ്, അതിലേക്ക് സ്ത്രീ ശാക്തീകരണമാണ് ലക്ഷ്യം. അവിടെ വെച്ച് ഒരു കുടുംബത്തിന് ഒരു വ്യക്തി ആദ്യം രജിസ്റ്റർ ചെയ്ത ഒരാൾക്ക് 2 വീലർ കൊടുക്കുകയും ചെയ്തു. അവിടെ അങ്ങനെ കൊടുത്തുകഴിയുമ്പോൾ കൂടുതൽ വിശ്വാസത്തിലേക്ക് വരികയാണ് ചെയ്തത്. ആദ്യമായിട്ട് ഇവിടെ ഒരു ബാലമന്ദിരം, അനാഥമന്ദിരം എന്ന് പറഞ്ഞ് അവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് അത് 2-3 വർഷം പ്രവർത്തിച്ചു. അത് അനാഥമന്ദിരം അടച്ചുപൂട്ടി. പിന്നീടാണ് അതൊരു ബിസിനസ് ലെവലിലേക്ക്, അതായത് ഒരു സ്പോർട്സ് സെൻറ്റർ, ഒരു കൺവെൻഷൻ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് ആ ലെവലിലേക്കാണ് പിന്നീട് അത് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയൊന്നും നമുക്ക് അത്ര ക്ലിയർ അല്ല. പക്ഷേ ആദ്യം അനാഥമന്ദിരം എന്നും പറഞ്ഞൊരു ബാലമന്ദിരം അവിടെ തുടങ്ങിയത് അത് നാട് മുഴുവൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതിന് വേണ്ടി. പിന്നീട് അത് പല രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. അതിന് ഈ നാട്ടിലെ ആളുകൾ അതിന് ഉത്തരവാദിയല്ല. പക്ഷേ ആരും അതിനെ പരസ്യമായി ചോദ്യം ചെയ്യാനോ അതെന്താണെന്ന് മനസ്സിലാക്കാനോ ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ തട്ടിപ്പിലേക്ക് ഈ നമ്മുടെ വീട്ടമ്മമാർ പോവാൻ കാരണം. അതുകൊണ്ടാണ് ഈ പകുതി വിലയ്ക്ക് വാഹനം കിട്ടുമെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിലുള്ളൊരു ചേച്ചിയാണ്, മോളി സാജൻ എന്ന് പറഞ്ഞാൽ. അത് ഈ സീഡ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സെക്രട്ടറി ആണെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്.
അപ്പോൾ ആ ചേച്ചി മുഖേനയാണ് ഞങ്ങളിത് അറിഞ്ഞത്. അപ്പോൾ പകുതി വിലയ്ക്ക് കിട്ടുന്ന ആയതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അതൊരു ആശ്വാസമാണല്ലോ എന്നോർത്താണ് ഞങ്ങൾ കൊടുത്തത്. അതിലുപരി എനിക്കൊരു മെഷീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് 2 വർഷം മുമ്പ്, തയ്യൽ മെഷീൻ പകുതി വിലയ്ക്കുള്ള. അപ്പോൾ അതും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊരു വിശ്വാസമായി, കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ പൈസ കൊടുത്തത്. ഞങ്ങളിങ്ങനെ ഒരു ചെറിയ സംരംഭം, കുടുംബശ്രീയുടെ സംരംഭമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. 5 പേരാണ് അതിനകത്ത് കൊടുത്തത്. ഈ 5 പേരും ഇതിനകത്ത് വഞ്ചിക്കപ്പെട്ടു. ഞങ്ങൾ HDFC ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ആ പൈസ അടച്ചേക്കുന്നത്. 60,000 രൂപ വെച്ച് ഓരോ അംഗങ്ങളും HDFC തൊടുപുഴ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ അടച്ചേക്കുന്നത്. സീഡ് സൊസൈറ്റി വഴി പകുതി വിലയ്ക്ക് വണ്ടി കിട്ടുമെന്നും പറഞ്ഞാണ് HDFC ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വണ്ടി മേടിക്കാൻ പൈസ കൊടുത്തത്. ഇപ്പം ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ഈ ലോൺ മാസം അടച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ നിന്നും ഇത് കിട്ടാത്തതുകൊണ്ട് ആ ഒരു ഇതും കൂടെ ഉണ്ട്. ഒത്തിരി മോൾ ചേച്ചി വഴിയാണ് ഞങ്ങൾക്ക് സീഡിൻ്റെ കോർഡിനേറ്റർ വഴി മോൾ ചേച്ചി വഴിയാണിത് കിട്ടാനായത്. മോൾ ചേച്ചിയോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ തരാമെന്ന് പറയാനേ അല്ലാതെ കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ അനന്തകൃഷ്ണൻ കേസിലായ പിന്നെയാണ് ഞങ്ങൾക്കിത് കിട്ടില്ല എന്നുള്ള, അതിൻ്റെ പൈസയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ഇപ്പം അഞ്ജലി ശ്രീജിത രാജ് നമുക്കൊപ്പം ചേരുന്നു. അഞ്ജലി, നമ്മളിപ്പോൾ കേട്ട പ്രതികരണങ്ങളിൽ വിശ്വാസ്യത കൂട്ടാൻ വേണ്ടി ഏതൊക്കെ തരം വിദ്യകളാണ് ഇവർ പ്രയോഗിച്ചത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ MLA-യുടെ, MP-യുടെ, ഇതുമായി ബന്ധപ്പെട്ട ചെയർപേഴ്സന്റെ ഒക്കെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഡീൻ കുര്യാക്കോസ്, അതേപോലെ മാത്യു കുഴൽനാടൻ, ഇവരുടെയൊക്കെ സാന്നിധ്യം ഈ തട്ടിപ്പിന് വിശ്വാസ്യത കൂട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ഒരു പൊളിറ്റിക്കൽ ഫണ്ടറായിരുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ. ഈ വലിയ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് MLA-മാരെയും MP-മാരെയും കൃത്യമായി പങ്കെടുപ്പിക്കാൻ അനന്തകൃഷ്ണന് സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ അഞ്ജലി? അതെ, തീർച്ചയായും അരുൺകുമാർ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് മൂവാറ്റുപുഴയുടെ MP, മൂവാറ്റുപുഴയുടെ MLA, ഇവരെല്ലാമാണ് ഈ 2 വീലർ വിതരണം ചെയ്യുകയും കൂടാതെ ഈ ഗൂഗിൾ ഫോം രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്തും ഈ ടൗൺ ഹാളിൽ എത്തിച്ചേർന്നത്. സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികളെ ഈ ഒരു പരിപാടിയിൽ കാണുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ ഒരു വിശ്വാസ്യത കൂടും. അങ്ങനെ തന്നെയാണ് ഈ വ്യക്തികളെല്ലാം നമ്മളോട് പറയുന്നത്. കാരണം ഇതിൻ്റെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അതിലൊക്കെ ഈ ജനപ്രതിനിധികളുടെ ഫോട്ടോ കാണുന്നുണ്ട്. കൂടാതെ പരിപാടികളിൽ ഇവർ കൃത്യമായി എത്തുന്നു, ഇവരവിടെ പ്രസംഗിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരായ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, കാരണം ജനപ്രതിനിധികൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് ഇത്തരത്തിലുള്ള ശാക്തീകരണ പരിപാടികൾ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണെന്ന ധാരണയാണുള്ളത്. അതാണ് കൂടുതൽ ആളുകളെ ഇതിലേക്ക് എത്തിക്കാനുള്ള കാരണം. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതലും ഈ തൊഴിലുറപ്പ്, കുടുംബശ്രീ, ഇത് കേന്ദ്രീകരിച്ചാണ് സ്ത്രീകളിലേക്ക് ഇവർ കൂടുതൽ അടുത്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ CDS മെമ്പർമാർ വഴിയാണ് ഈ ഒരു മെസ്സേജ് ഇവർ ഗ്രൂപ്പിലേക്ക് ഇടുന്നത്. കൂടാതെ ഈ നിർമ്മല സ്കൂളിൽ, മൂവാറ്റുപുഴയിലുള്ള നിർമ്മല സ്കൂളിൽ 10,000 സ്കൂട്ടറുകൾ എത്തിച്ചു. ഈ സ്കൂട്ടറുകൾ ഇത്രയും നിരത്തി വെച്ചപ്പോഴാണ് ഈ ആളുകൾ ചോദിക്കുക എന്താണ് കാര്യമെന്ന് തിരക്കുന്നു. പകുതി വിലയ്ക്ക് കിട്ടുമെന്നറിയുന്നു. ഇത്തരത്തിൽ സ്കൂട്ടർ, തയ്യൽ മെഷീൻ, കൂടാതെ വാട്ടർ ടാങ്ക്, ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ ഈ ഒരു മൂവാറ്റുപുഴ ഭാഗത്ത് ഇങ്ങനെ വിൽപ്പന നടത്തിയിട്ടുണ്ട് പകുതി വിലയ്ക്ക്. ഇത് കിട്ടിയ ആളുകളെ കാണുന്നു, അവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നു. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അതിലുള്ള വിശ്വാസ്യത കൂടുന്നു. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവരൊക്കെ ഈ തട്ടിപ്പിന് ഇരയാവാനുള്ള കാരണം. പിന്നെ പ്രധാനമായും ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഇവരെല്ലാം സ്വർണവും മറ്റ് കൂട്ടിവെച്ച തുകയെല്ലാം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയ പലരും ലോൺ എടുത്തും കൂടാതെ സ്വർണം പണയം വെച്ചിട്ടൊക്കെയാണ് ഇതിനുള്ള ഒരു പണം കണ്ടെത്തിയത്. ഇവർ ഇതിലേക്ക് നിക്ഷേപിക്കുന്നു. കൂടാതെ ഈ ഒരു 6 മാസ സമയമാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. അതായത് 6 മാസത്തിനുള്ളിൽ സ്കൂട്ടർ ലഭിക്കുമെന്ന് പറയുന്നു. ഈ ചിലർക്കൊക്കെ തയ്യൽ മെഷീൻ ഇത്തരത്തിൽ പാതി വിലയ്ക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ സ്കൂട്ടറിന് വേണ്ടി അപേക്ഷിക്കാൻ ഇവർക്ക് ധൈര്യം വരുന്നു. അങ്ങനെ 60,000 രൂപ നിക്ഷേപിക്കുന്നു. ഈ 1,20,000 രൂപയുള്ള വണ്ടിയാണ് 60,000-ന് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും വണ്ടി കാണുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വണ്ടികളാണ്. ഇത് കാണുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്കും കൂടാതെ പലരും ഈ മക്കൾക്കൊക്കെ ഈ ദൂരസ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ വണ്ടി ആവശ്യമാണ്. ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇവർ ഈ രീതിയിൽ വലിയൊരു തുക ഇതിലേക്ക് നിക്ഷേപിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മൂവാറ്റുപുഴയിൽ മാത്രം ഏകദേശം 1000-ഓളം ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ മൂവാറ്റുപുഴ MP-യും കൂടാതെ MLA-യും ഇവരെല്ലാം ഈ ഒരു 2 വീലർ വിതരണം ചെയ്യുന്ന ചടങ്ങുകളിലും കൂടാതെ ഇതിൻ്റെ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്ന ഒരു പരിപാടിയിലും കൂടാതെ രജിസ്ട്രേഷൻ പരിപാടികളൊക്കെ ഇവരുടെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. ഇത് കൂടുതൽ ആളുകൾക്ക് ഇതിലുള്ളൊരു വിശ്വാസ്യത കൂടുന്നു. പിന്നെ കൂടാതെ ഉപയോഗിച്ച് വിശ്വാസ്യത വർദ്ധിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മാത്യു കുഴൽനാടനും അതേപോലെ ഡീൻ കുര്യാക്കോസും എൽദോയും അതേപോലെ മൂവാറ്റുപുഴയിലെ ചെയർപേഴ്സൺ അടക്കമുള്ളവരും ഒക്കെ ഈ പരിപാടികളിൽ സന്നിഹിതരായിരുന്നു. മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞതും നമ്മൾ കേട്ടതല്ലേ. നമുക്ക് ശിവൻകുട്ടിയുടെ
ശിവൻകുട്ടിയുടെ പ്രസംഗത്തിലേക്കും പോകണം. അനന്തകൃഷ്ണൻ തനിക്കറിയാം എന്ന് പറയുന്ന ശിവൻകുട്ടി എങ്ങനെ അറിയാം എന്നതുകൂടി ഇനി പുറത്ത് വെളിപ്പെടുത്തേണ്ടി വരും. സ്വാഭാവികമായും ഒരു പൊളിറ്റിക്കൽ ഫണ്ടറാണ് അനന്തകൃഷ്ണൻ എന്ന് പറയുമ്പോൾ അനന്തകൃഷ്ണൻ്റെ ഫണ്ടിൽ നിന്ന് ആർക്കൊക്കെയാണ് പണം ലഭിച്ചത് എന്നതിൻ്റെ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയുമുണ്ട് പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ. ആ വെളിപ്പെടുത്തലുകളിൽ ആരൊക്കെ പേര് കുടുങ്ങും, ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നത് വരുന്ന നിമിഷങ്ങളിൽ പ്രേക്ഷകർക്കറിയാം.